വരെയാണ് നാം ഇന്നലെ രാത്രി ചിന്തിച്ചത്. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ 4 ദിവസങ്ങളിൽ തിരുവചനം നിങ്ങളുമായി സംവാദിക്കുവാൻ എനിക്ക് കർത്താവിൽ നിയോഗമുള്ളത്. അതിൻ്റെ ഒരു പ്രവേശിക മാത്രമേ ഇന്നലെ രാത്രി നാം ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചുള്ളൂ. ഇന്ന് രാത്രി നാം അതിൻ്റെ 1-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ അതിൻ്റെ ഒരു മുഖവരയായി ഓർപ്പിച്ചിരുന്നു. 3 കാലഘട്ടങ്ങളിൽ കൂടി ദൈവസഭ ദൈവമക്കൾ കടന്നു പോകണം. ആ കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള നല്ല അവബോധം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം എപ്പോഴും കരുത്തുള്ളതായിരിക്കും. 1-ാമത്തെ ബോധ്യമാണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. ഒന്നും കൂടെ ഞാൻ 3 ആവർത്തിച്ചിട്ട് പ്രാരംഭ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത് ഐ ക്യാൻ സ്പീക്ക് അബൌട്ട് എ പീസ്ഫുൾ പ്രസൻറ്റ്. വളരെ സമാധാനപൂർണമായ ഒരു വർത്തമാനകാലം എനിക്കുണ്ട്. ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് വളരെ സമാധാനപൂർണമായൊരു വർത്തമാനകാലം. അതിൻ്റെ അർത്ഥം നാം ഉദ്ദേശിക്കുന്നതല്ല സമാധാനമെന്ന് പറയുന്നത് എന്ന് തെളിയിക്കുവാനാണ് ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കൊരു മിഥ്യാധാരണയുണ്ട്. സമാധാനമെന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ആകുല ചിന്തകളില്ലാത്ത, ആരുടെയും വലിയ മുമ്പിൽ തലയുയർത്തി നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പേരാണ് പീസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനൊരു കാലഘട്ടമേ അല്ല. സ്തോത്രം. അതൊരു ആത്മീയ അവസ്ഥയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് രാത്രി പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാളെ കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ നാം ഒരുമിച്ച് ഒരു വിക്ടോറിയസ് പാസ്റ്റ് ഇന്നലകളിൽ ജയോത്സവമായി ഞങ്ങളെ നടത്തിയതാണ് പൗലോസ് പറയുന്ന ഞാൻ നല്ല പോർ പൊരുതതും ഓട്ടം തികച്ചതും വിശ്വാസം കാത്തുവെന്ന് പറയുന്ന തൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. വീണ്ടും കർത്താവിൻ്റെ വരവിൻ്റെ ദൈർഘ്യമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. എനിക്കായി ഒരുക്കുന്ന ഒരു ഭാവി കാലമുണ്ട്, ഒരു കിരീടം. അതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇന്ന് രാത്രി നാം 1-ാം ഭാഗത്തിലേക്ക് കടന്നു വരും. അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നു, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുകയാണ്, അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതം എന്താണെന്നൊരു വെളിപ്പാട് തനിക്ക്. 2, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ഇത് രണ്ടും എനിക്ക് പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും 1-ാം ഭാഗം മാത്രം പറയുവാനുള്ള സമയമേ നമുക്ക് ഇന്ന് രാത്രി ലഭിക്കുന്നുള്ളൂ. ധാരാളം സമയം ഉണ്ടെങ്കിൽ പോലും 2-ാം ഭാഗം നാം പിന്നീട് 3-ാം ദിനം കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചേർത്ത് പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. 2 ബോധ്യങ്ങളാണ് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ പൗലോസിനെ പ്രാപ്തനാക്കിയത്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ താൻ ഇപ്പോൾ ആയിരിക്കുന്നത് റോമിലെ കാരാഗ്രഹത്തിൽ തടവിലായിരിക്കുന്നു. മറ്റു തടവ് പോലെയല്ല. ഈ പ്രാവശ്യം തനിക്ക് വിധി കൽപ്പിച്ചിരിക്കുന്നു. തൻ്റെ ശിരസ് ഛേദം ചെയ്യുവാൻ, ഗളച്ഛേദം നടത്തുവാനുള്ള നീറോ ചക്രവർത്തിയുടെ വിധിയുടെ പകർപ്പും തൻ്റെ തല കൊയ്യുവാനുള്ള വാള് രാഗി മിനുക്കി തൻ്റെ സ്മോൾ ക്യൂബിക്കിളിന്റെ ആ കൊച്ചു മുറിക്കകത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴാണ്, സ്തോത്രം, അതിനെ നോക്കിക്കൊണ്ടാണ് ഒരു പൗലോസ് പറയുന്നത് എൻ്റെ ജീവിതം ഒരു യാഗമാണെന്ന്. സ്തോത്രം. ഇനി ഞാൻ കടന്നു വരുന്ന ശ്രദ്ധിക്കണം. സമാധാനപൂർണമായ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ 50 വർഷക്കാലം ജയോത്സവമായി നടന്നു വന്ന ദൈവസഭയ്ക്ക് സമാധാനമുണ്ട്, ഒരു ആത്മീയന് സമാധാനമുണ്ടെന്ന് പറയുന്നത് 2 തിരിച്ചറിവുകളാണ് സമാധാനത്തിന്റെ തെളിവ്. 1-ാമത്തെ തെളിവ് എൻ്റെ ജീവിതം ദൈവത്തിനൊരു ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നാം ഇന്ന് രാത്രി പഠിക്കാൻ പോകുന്നത്. ലൈഫ് ഈസ് വർഷിപ്പ് എന്നുള്ള ഒരു വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ജീവിതം സമാധാനപൂർണമായിരിക്കും. 2, എനിക്കൊരു നിര്യാണകാലമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല. മരണം എന്ന് പറഞ്ഞ പേടി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഈസ് അറ്റ് ഹാൻഡ്. എൻ്റെ തൊട്ട് മുമ്പിൽ മരണമുണ്ട്. അതിൻ്റെ അർത്ഥം മരിക്കും എന്നുള്ള അർത്ഥമല്ല, നാം മരിക്കേണ്ടവരാണെന്നുള്ളൊരു വെളിപ്പാട് അകത്തുണ്ടായിരിക്കണം. ഒരു നാൾ ഈ നശ്വര ലോകം വിട്ട് നാം പോകേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യം, മരണഭയമല്ല, മരണബോധ്യം അകത്തുണ്ടെങ്കിൽ നാം ആള് മാറിയവരെ പോലെ മണ്ണിൽ ജീവിക്കും. ഹല്ലേലൂയ. ഒരു ചിരഞ്ജീവിയെ പോലെ ആയുഷ്കാലം മുഴുവൻ ഈ മണ്ണിൽ ഞാൻ പാർക്കേണ്ടവനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളെ നാമല്ലാതാക്കി മാറ്റുന്നത്. നമ്മുടെ സംസാരത്തിൻ്റെ കുഴപ്പം, പ്രവൃത്തികളുടെ ചിന്തകളുടെ കുഴപ്പം, വാക്കുകളുടെ പെരുപ്പം, മറ്റുള്ളവരുടെ ഇടപാടുകളിലൊക്കെ നമ്മുടെ സ്വയം ഉയരുന്നതിൻ്റെ കാരണം നാം ആയുസ് പര്യന്തം ഈ മണ്ണിൽ ജീവിക്കും, മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ മുന്നേ മരിച്ചു പോകും എന്നൊരു മിഥ്യാധാരണയല്ല. എൻ്റെ തൊട്ടു മുമ്പിൽ മരണം നൃത്തം ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് ഞാൻ ഈ മണ്ണ് വിട്ടു പോകേണ്ടവനാണ്.
എന്താണ് എന്ന വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നാം ആൾ മാറിയവരെ പോലെ ജീവിക്കും. അതാണ് സമാധാനപൂർണമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഒന്നാം ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സമാധാനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ദൈവസഭയുടെ സമാധാനം, ഒരു ദൈവ പൈതലിൻ്റെ സമാധാനം എന്താണ് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അതിൻ്റെ ഒന്നാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ആരാധന എന്ന വിഷയമാണ് മുഖ്യമായി നാം ഇന്ന് രാത്രി കൈകാര്യം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. സമാധാനം എന്ന വാക്ക് കൊണ്ട് നാം ആരംഭത്തിൽ ഓർത്ത പോലെ അർത്ഥമാക്കുന്നത് ഒരു പ്രശ്നവുമില്ല. കുവൈറ്റ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നേഷൻ വിച്ച് ഹാസ് ദ മോസ്റ്റ് മോണിറ്ററി വാല്യൂ. പണത്തിന് ഏറ്റവും മൂല്യമുള്ളൊരു നാടായതുകൊണ്ട് കുവൈറ്റ് ദിനാർ ഇഷ്ടം പോലെ കൈവിലുണ്ടെങ്കിൽ സമാധാനമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾ ബോഷന്മാരാണ്. അത് വിശ്വസിച്ച് ഞാനും മണ്ടനാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് മണ്ടന്മാരാണ്. പണമല്ല സമാധാനത്തിൻ്റെ അടിസ്ഥാനം. അനുഗ്രഹം എന്നുള്ള വാക്കിന് വേദപുസ്തകം തരുന്ന വിഭാവനം ചെയ്യുന്ന ഈ അർത്ഥം മണ്ണിൽ കെട്ടിപ്പൊക്കുന്ന സൗധങ്ങളുടെയോ മണ്ണിൽ പൊട്ടിമുളയ്ക്കുന്ന അനുഗ്രഹങ്ങളുടെ വലുപ്പമല്ല. സ്വർഗീയമായ നന്മകളുടെ കൂമ്പാരം ആസ്വദിക്കുന്നവൻ്റെ പേര് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് മണ്ണിൽ കാണുന്ന നന്മകളുടെ പുറകെ പോകുന്നവരോ അത് മാത്രമുള്ളവരല്ല. അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. യു ക്യാൻ ഹാവ് ഇറ്റ് ബട്ട് നെവർ ഹോൾഡ് ഓൺ ടു ദാറ്റ്. ഈ മണ്ണിൽ ഏറ്റവും നല്ല കെട്ടിടമോ ഏറ്റവും നല്ല വാഹനമോ ഏറ്റവും ധനസമ്പാദനമോ ഒക്കെ ആയിക്കൊള്ളൂ, പക്ഷെ അത് മനസ്സിനകത്ത് വേരുറയ്ക്കരുതേ. അതിൻ്റെ സ്ഥാനം മണ്ണിൽ മാത്രമേ ആകാവൂ. എപ്പോൾ മണ്ണിൽ നിന്ന് ഇത് ഹൃദയത്തിൻ്റെ മാംസപ്പലകയിലേക്ക് വേരുറയ്ക്കുമ്പോഴാണ് അസ്വസ്ഥതയുടെ നാമ്പുകൾ പൊട്ടിമുളയ്ക്കുന്നത്. അപ്പൊ സമാധാനമാണ് എന്താണെന്ന് അറിയണമെങ്കിൽ യേശുവിൻ്റെ സമാധാനമാണ് സമാധാനം. സ്തോത്രം. അതിൽ കുറഞ്ഞ് എനിക്കൊരു ഡിഫൈൻ ചെയ്യാൻ അറിയത്തില്ല. ബാക്കി ആരെല്ലാം ചേർന്ന് സമാധാനത്തിന് സൈക്കോളജിക്കലി അല്ലെങ്കിൽ കൗൺസിലിംഗ് മണ്ഡലങ്ങളൊക്കെ സമാധാനത്തിന് ഒരു 100 ഡെഫിനിഷൻ ഐ ക്യാൻ ടെൽ യു അബൌട്ട് ദാറ്റ്. ടെൽ യു. പക്ഷെ ഇന്ന് രാത്രികാലം സമാധാനം എന്ന നിർവചനം വേദപുസ്തകം വിഭാവനം ചെയ്യുമ്പോൾ യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 28-ാമത് വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. അപ്പോൾ ലോകം തരുന്ന ഒരു സമാധാനം ഉള്ളത് കൊണ്ടല്ലേ യേശു അങ്ങനെ പറഞ്ഞത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുമെന്നല്ല പറഞ്ഞത്. ഐ ഗീവ് മൈ പീസ് ആൻഡ് യു എന്നാ പറഞ്ഞത്. ഞാൻ എനിക്കെന്ത് സമാധാനമുണ്ടോ, സ്വർഗസ്ഥനായ ഞാൻ മണ്ണിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യനായി പാർത്ത ഞാൻ, എനിക്കുള്ള ആ സമാധാനം എൻ്റെ അരുമ ശിഷ്യന്മാരെ നിങ്ങൾക്ക് കൈമാറുന്നു. ഇന്ന് രാത്രികാലം ദൈവസഭയുടെ സമാധാനം എന്ന് ചോദിച്ചാൽ അത് യേശുവിൻ്റെ സമാധാനമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതമാണ് നമുക്ക് തരുന്ന പാഠം. ജനിച്ച നാൾ മുതൽ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെയാണ് 33.5 വർഷക്കാലം യേശു ഈ മണ്ണിൽ വളർന്നത്. ജനിച്ച നാളിൽ കിടക്കുവാൻ ഇടമില്ലാത്തവനായി, തുണിയിൽ പൊതിഞ്ഞ് ശീലകൾ ചുറ്റി ഒരു തൊഴുത്തിൽ കിടക്കേണ്ടവനായി സർഗ്ഗത്തിൻ്റെയും ഉടയവൻ മാറി. സ്തോത്രം. ആകാശത്തിനും ഭൂമിക്കും പാതാളങ്ങൾക്കും അത്യുന്നതനായ ദൈവത്തെ എങ്ങും ഒതുക്കുവാൻ കഴിയത്തില്ല എന്നിരിക്കുമ്പോൾ തന്നെ ഞാനാകുന്നുവെന്ന് പറഞ്ഞ സർവ്വലോകത്തിന്റെയും സൃഷ്ടിതാവ് ഒരു കന്യകയുടെ ഉദരത്തിലേക്ക് ഒതുക്കിക്കൊടുത്തതാണ് സമാധാനത്തിന്റെ ചിഹ്നമായി നിങ്ങൾ കാണേണ്ടത്. എവിടെയും ഒതുങ്ങുവാൻ ഞാൻ തയ്യാറാണ് എന്ന വെളിപ്പാടകത്ത് കയറണം. ആർക്കും ആരുടെയും മുമ്പിൽ തല ഉയർത്തി നിന്നുകൊണ്ട് അഭിമാനത്തോടെ പറയുന്ന നേട്ടങ്ങൾക്കപ്പുറത്ത് ഏത് സ്ഥലത്തും എനിക്ക് തൃപ്തിയോടെ ജീവിക്കാൻ പറ്റും എന്ന വെളിപ്പാടകത്ത് കയറിയാൽ ഈ മണ്ണിലെ ഒരു പ്രതികൂലങ്ങൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചെറുതാകാനും ഇല്ലാതാകുവാനും ഞാൻ തയ്യാറാണ് എന്ന ഉൾബോധമുള്ളവനെ തോൽപ്പിക്കുവാൻ ഒരു പ്രതിസന്ധിക്ക് കഴിയത്തില്ലെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ ഒരു കാലിത്തൊഴുത്തിലേക്ക് മാറിക്കിടക്കുമ്പോൾ, ഹല്ലേലൂയ, സകലത്തിനും ജീവൻ കൊടുക്കുന്നവൻ, ജീവനെ പേടിച്ച് 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ വാളുകൊണ്ട് കൊന്നുകളയുവാൻ ഹെരോദ രാജാവ് വാളോങ്ങുമ്പോൾ അപ്പന്റെ തോളിലേക്ക് തലചായിച്ചുകൊണ്ട് നസ്രയത്ത് വരെ ഓടുന്ന ആ കൊച്ചു കുഞ്ഞിനെ നിങ്ങൾക്കറിയാമോ? യേശു അപ്പോഴും പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആഹാരത്തിന് പലപ്പോഴും നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടായിരിക്കാം. കയറിക്കിടക്കുവാൻ കിടപ്പാടമില്ലായിരുന്നു. ഹല്ലേലൂയ. പാകട്ടിയ വഞ്ചിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു. രഥത്തിൽ യാത്ര ചെയ്യേണ്ട രാജാതിരാജാവ് ഇതാ ഹല്ലേലൂയ ആകാശങ്ങളെ മേഘങ്ങളെ തേരാക്കി വരുന്നവൻ കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുന്ന കണ്ടിട്ടില്ലേ? പാവങ്ങളോട് സാധുക്കളോട് ഹല്ലേലൂയ അനുരഞ്ജനപ്പെട്ട് ജീവിക്കുന്ന നാം കണ്ടിട്ടുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതുപോലെ പ്രതിസന്ധികൾ കാണുന്നവർ തന്നെ തച്ചൻ്റെ മകനെന്ന് വിളിച്ചു. മറിയുടെ മകനായ ജാര സന്തതി
എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അവനെ തലകീഴായി തള്ളിയിടുവാൻ യഹൂദന്മാർ പരിശ്രമിച്ചു. നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. നിനക്ക് ബുദ്ധിഭ്രമമുണ്ട്, ബെയേൽസെബൂൽ എന്ന ഭൂതത്തിന്റെ തലവനാണ് നിന്റെ നേതാവെന്ന് പറഞ്ഞ് ദൈവപുത്രനെ അവർ ആക്ഷേപിച്ചു. അല്ലെ, നീ ദൈവപുത്രനാണെങ്കിൽ കല്ല് അപ്പമാക്കുവാൻ പിശാച് വെല്ലുവിളിച്ചു. കൂടെ നിന്ന ശിഷ്യന്മാർ ഒറ്റിക്കൊടുക്കപ്പെട്ടു. പക്ഷെ യേശു പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ ഇന്ന് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരു വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ അലറി നിലവിളിക്കുന്ന ആത്മീയർ തിരിച്ചറിയണം, വാട്ട് ഡസ് ഇറ്റ് മീൻ ദ പീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് 14-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ 14 അതിൻ്റെ 30-ാം വാക്യം. യേശു അതിൻ്റെ നിർവചനം പറയുക, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവനുമായി എനിക്ക് ഒരു കാര്യവുമില്ല. ഈ തിരിച്ചറിവാ സമാധാനം. ഈ ലോകത്തിൻ്റെ പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന വെളിപ്പാടാ സമാധാനം. എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ സഭയ്ക്കകത്ത് പിശാചിന് അവകാശം പറയുന്ന നീ അറിയാത്ത ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ അറിയാത്ത ഒരു പണം എൻ്റെ കയ്യിലില്ല. ദൈവം അറിയാത്ത ഒന്നും എൻ്റെ അകത്തില്ല, എൻ്റെ കുടുംബത്തിലില്ല, എൻ്റെ സഭയിലില്ല, എൻ്റെ ജീവിതത്തിലില്ല, എൻ്റെ വായിലില്ല. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഞാൻ കിടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. നീ അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. അർത്ഥാൽ പിശാചിന് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന തിരിച്ചറിവ് സമാധാനം. ദൈവത്തിന്റെ കയ്യൊപ്പത്തി ഇല്ലാത്തതൊന്നും എൻ്റെ വീട്ടിലില്ല, എൻ്റെ നാട്ടിലില്ല, എൻ്റെ സഭയിലില്ല, എൻ്റെ ഇടപാടുകളിലില്ല, എൻ്റെ വ്യാപാര ബന്ധങ്ങളിലില്ല, എൻ്റെ സാമൂഹിക ബന്ധങ്ങളിലില്ല, എൻ്റെ കുടുംബ ബന്ധത്തിലില്ല എന്ന തിരിച്ചറിവ് ദൈവമക്കളെ നമുക്ക് സമാധാനം തരുന്നത്. പിശാചിനെ അല്ലെങ്കിൽ ആട്ടിപ്പായിക്കാനൊന്നും വലിയ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന നമ്മുടെ ഭാഷയെ പറഞ്ഞ് അലറിക്കേറി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ എന്നൊക്കെ പറഞ്ഞ് തലയെ പിടിച്ച് കുലുക്കി മുടിയൊക്കെ പിടിച്ച് വലിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല. ബൈബിൾ പറഞ്ഞ സിമ്പിൾ പ്രിൻസിപ്പിളാ, റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി ഷാൽ ഫ്ലീ ഫ്രം യു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മസിലും ചുട്ട് നിൽക്കുകയല്ല. വിശുദ്ധനായി ജീവിച്ചാൽ നിന്റെ അടുത്ത് പിശാച് വരത്തില്ല. വിശുദ്ധനായി ജീവിച്ചാൽ നിന്റെ അടുത്ത് പിശാച് വരത്തില്ലെന്ന്. നിന്റെ വേലി വക്കോളം വന്നേക്കാം, നിന്റെ അതിരുവരെ വന്ന് കൈകൊട്ടി ചിരിച്ചേക്കാം. അകത്ത് കയറണമെങ്കിൽ സ്വർഗത്തിന്റെ അനുവാദം വേണം. ദൈവം കെട്ടിപ്പൊക്കിയ സംരക്ഷണ വേലിക്കകത്ത് അന്നും ഇന്നും ദൈവസഭ സുരക്ഷിതമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, നിന്റെ തലമുറ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും, ഏത് കോളേജിൽ പഠിച്ചാലും, ഏത് നാട്ടിൽ പാർത്താലും ഒരു അശുദ്ധ ശക്തിയോ ഒരു അഗ്രചർമ്മിയോ അവന്റെ നേരെ നിൽക്കത്തില്ല. കാരണം ദൈവത്തിന്റെ സംരക്ഷണ വേലി, പ്രാർത്ഥനയുടെ വേലി, വിശുദ്ധന്മാർ ഭക്തന്മാർ ആത്മാവിൽ ആരാധിച്ച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന കൃപയുടെ വേലി മുറിച്ചു കിടക്കുവാൻ കരുത്തുള്ള പ്രാപ്തിയുള്ള ഒരു അശുദ്ധ ശക്തിയുമില്ല. എത്ര പേർക്ക് വെളിപ്പാടുണ്ട്? ആത്മസന്തോഷത്തോടെ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ട്, എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഹല്ലേലൂയ ആരും കാണാത്ത അഗ്നിസേനകളുടെ സംരക്ഷണമുണ്ട്. പിശാചിന് അവകാശം പറയുന്ന ഒന്നുമില്ല എന്ന വെളിപ്പാട്. അപ്പോൾ തന്നെ യേശുവിൻ്റെ ക്രൂശിലോട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ സമാധാനം എന്ന് പറയുന്നത്. സമാധാനം എന്ന വാക്കിൻ്റെ the peak and the highest example of the peace we can see on the cross of Calvary. ഫിലിപ്പിയർ 2:14 വിളിച്ചു പറയുന്നത്, അവൻ നമ്മുടെ സമാധാനം. ഇരുപക്ഷത്തെയും ലോകത്തിലെ ഏറ്റവും വലിയ അസമാധാനമായിരുന്നു ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോയത്. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട് മണ്ണിൽ ഉപജീവനാർത്ഥം വിയർപ്പോടെ കിളച്ചു മറിക്കുന്ന ഉഴുതുമറിക്കുന്ന ദൈവിക ബന്ധത്തിൽ നിന്ന് മാറിപ്പോയ മനുഷ്യന്റെ ശാപഗ്രസ്തമായ ഭൂമിയിലെ വിയർപ്പോട് കൂടിയ ജീവിതമാണ് ലോകം കണ്ട ഏറ്റവും വലിയ അസമാധാനം. ആ അസമാധാനത്തിന് പരിഹാരം വരുത്തുവാനാണ് യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പരമയാഗമായി തീർന്നത്. അവിടെ നാം കാണുന്നത് പൗലോസ് ഇങ്ങനെ എഴുതി വെച്ചു, ഫിലിപ്പിയർ 2:14, അവൻ നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ സമാധാനം, ഇരുപക്ഷത്തെയും അവൻ ഒന്നാക്കി. ഹല്ലേലൂയ. അത് ഇന്ന് രാത്രികാലം സമാധാനത്തിന്റെ ദൃശ്യം നാം കാണുന്നത് കാൽവറിയിലാണ്. അപ്പോൾ ആ സമാധാനം എന്താണെന്ന് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. എന്താ യേശു പറഞ്ഞ സമാധാനമെന്ന്. സ്തോത്രമല്ലേ. ക്രൂശിലോട്ട് എല്ലാവരും ഒന്ന് കണ്ണുകൾ ഉയർത്തിയാ. ഹല്ലേലൂയ. ക്രൂശിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലേ, അവിടെ കിടക്കുന്ന
ഒരു മനോഹര കാഴ്ചയൊന്നുമല്ല. നമുക്കത് മനോഹരമാണ്, പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയാണ്. സ്തോത്രം. ഏറ്റവും നീചമായ മരണമാണ് യേശുവിന് വിധിക്കപ്പെട്ടത്. ഏറ്റവും നീചമായ കോടതി ക്രമങ്ങളാണ് യേശുവിന് വേണ്ടി നടത്തപ്പെട്ടത്. ഏറ്റവും നിന്ദ്യമായ വാക്കുകളാണ് യേശുവിന് നേരെ അവർ പ്രയോഗിച്ചത്. പക്ഷെ അവിടെ കിടക്കുന്ന യേശുവിനെ നോക്കിയാട്ട് പക്ഷേ യേശുവിൻ്റെ മുഖത്തൊരു സന്തോഷമാണെന്നാ എബ്രായലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെയല്ലേ വായിക്കുന്നത്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തപ്പോൾ അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ഒരു സന്തോഷം കാണുകയാണ്. ഈ സന്തോഷത്തിൻ്റെ പ്രതിഫലനമാണ് സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, വചനം കേൾക്കുന്ന വാത്സല്യ ദൈവദാസിദാസന്മാർ, എൻ്റെ മാന്യ പ്രേക്ഷകർ എല്ലാവർക്കുമുള്ള എൻ്റെ ആത്മീയ സന്ദേശം ഇതാണ്. സമാധാനം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളിത് തിരിച്ചറിയണം. ക്രൂശിലോട്ട് നോക്കിയിട്ട് യേശുവിനോട് ചോദിച്ചാൽ യേശു പറയും, അല്ലേ, ക്രൂശി കിടക്കുമ്പോൾ കയ്യിൽ ആണി കിടക്കുകയല്ലേ, അങ്ങക്ക് വേദനിക്കുന്നില്ലേ? മനുഷ്യനെന്ന നിലയിൽ വേദനയുണ്ടല്ലോ. പക്ഷേ യേശുവിനൊരു വെളിപ്പാടുണ്ടായിരുന്നു. എന്താ സമാധാനം എന്നാ പറയാൻ പോകുന്നത്? എൻ്റെ കഷ്ടതയ്ക്ക്, എൻ്റെ നിന്ദയ്ക്ക് 3 ദിവസത്തെ ആയുസേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ പ്രതിസന്ധി 72 മണിക്കൂർ കഴിയുമ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന സകല പ്രതിസന്ധിക്കും ഒരു മാറ്റമുണ്ടാകുമെന്ന് യേശുവിന് ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. ഒരു കല്ലറയ്ക്കും ഒരു കല്ലിനും ഉരുട്ടിമാകലില്ല എൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഒരു നിയമത്തിനും ഒരു അധികാരികൾക്കും ഒരു കല്ലില്ല ഒരു പടയാളി കൂട്ടത്തിനും എൻ്റെ പ്രതിസന്ധിയെ വലിച്ചു നീട്ടാൻ കഴിയത്തില്ല. തമ്പുരാൻ വെച്ച് അവധിക്ക് ഞാൻ പുറത്തു വരും എന്ന വെളിപ്പാടാണ് യേശുവിൻ്റെ സമാധാനം. ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു. അവൻ നമ്മുടെ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവമക്കൾ, ദൈവസഭ തിരിച്ചറിയണം. എന്താ അതല്ലേ? യേശുവിനറിയാം ഇന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ കയ്യിൽ കൂർത്തുമൂർത്ത ഇരുമ്പാണികളാ. പക്ഷെ 3 ദിവസം കഴിയുമ്പോൾ 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ച് ഞാൻ പുറത്തു വരും. എത്ര പേർക്ക് ഈ വെളിപ്പാടകത്ത് കയറുന്നുണ്ട്? ഇന്നത്തെ എൻ്റെ കൈപ്പിടിയിൽ മുറിവും വേദനകളും മാത്രമേ ഉള്ളൂ. പക്ഷെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തമ്പുരാൻ വെച്ച് അവധിക്ക് നക്ഷത്ര തിളക്കമുള്ള ആത്മീയ അനുഭവങ്ങൾ എന്റെ കൈപ്പിടിയിൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ് എന്ന വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളും ആൾമാറി ഇവരെ പോലെ നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ ആഘോഷമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ കാലിൽ കൂർത്തുമൂർത്ത ആണികൾ വെച്ച് അവർ ചേർത്തടിച്ചിട്ടുണ്ട്. പക്ഷെ 3 ദിവസം കഴിയുമ്പോൾ ഉലയിൽ ചുട്ടെടുത്ത വെള്ളോടിന് സദൃശമായ പാദങ്ങളോടെ ഞാൻ തേജസ്സോടെ പുറത്തു വരും. ഈ വെളിപ്പാടാണ് എൻ്റെ സമാധാനം. ഇന്ന് നിങ്ങൾ കാണുന്നത് തലയിൽ ആഞ്ഞടിക്കുന്ന മുൾക്കിരീടവും തലയോടി പികർന്ന് രക്തം ഒഴുകുന്നതാ കാണുന്നത്. പക്ഷെ 3 ദിവസം കഴിയട്ടെ, പൊൻകിരീടം ധരിച്ച് രാജമുടികൾ ധരിച്ച് ഞാൻ പുറത്തു വരും. യോഹന്നാൻ പത്മോസിൽ കണ്ട വാക്യങ്ങൾ ചേർത്ത് വെച്ച് ധ്യാനിച്ചാൽ ഞാൻ പറയുന്നൊരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് നിങ്ങൾ കാണുന്നത് എൻ്റെ നെഞ്ച് കുത്തി തുളച്ച് രക്തവും വെള്ളവും പുറപ്പെടുന്നതാ. 3 ദിവസം കഴിയുമ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടി ഞാൻ പുറത്തു വരും. ഈ വെളിപ്പാട ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ രാത്രി നമ്മെ സമാധാനമുള്ളവരാക്കി മാറ്റുന്നത്. എൻ്റെ നെഞ്ചു പിളർക്കുമാറ് എൻ്റെ ഹൃദയത്തിന്റെ ചിന്തകൾ, ചൂടേറിയ വാക്കുകൾ അകത്ത് കിടന്ന് തിളച്ചു പറയുമ്പോൾ എനിക്ക് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. എൻ്റെ നെഞ്ച് എൻ്റെ സമാധാനമായി സ്വർഗം ഇറങ്ങി വന്ന് എന്നെ പൊന്മണി മാല അണിയിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ചുംബനം തന്ന് എന്നെ പുറത്തെടുക്കുന്ന ഒരു തേജസ്സിന്റെ ദിവസം തൊട്ട് മുമ്പിലുണ്ട് എന്ന വെളിപ്പാട് അകത്തുള്ളവർക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ മുഖത്തെ രോമം പിച്ചി പറിച്ച് കന്നത്തടിച്ച് കണ്ടടങ്ങൾ കനീഭവിച്ച് ആകെ വികൃതമായി കാണുന്നവർ മുഖം മറയ്ക്കത്തക്കവണ്ണം ഞാൻ വിരൂപനായി നിൽക്കുന്നു. പക്ഷേ 3 ദിവസങ്ങൾ വിരലിലെണ്ണിക്കോ കല്ലറ തുറന്ന് പുറത്തു വരുന്ന എൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കും. എൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കും. എൻ്റെ കണ്ണുകൾ അഗ്നിജാലയ്ക്കത്ത കണ്ണുകളായി മാറും. ഇന്ന് കയ്പ് കാടി കുടിക്കുന്നതിൻ്റെ അധരം ഇരുവായ്ത്തലയുള്ള വാളായി മാറും. ഇന്ന് അർത്ഥനഗ്നനായി എന്നെ ആക്ഷേപിച്ച് പരസ്യ കോലമാക്കി തൂക്കിയിരിക്കുമ്പോൾ ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്ത വെണ്മ വസ്ത്രം ധരിച്ച് ഞാൻ പുറത്തു വരും. എനിക്കത് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ആവേശമാണ്. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. എനിക്ക് എൻ്റെ കഷ്ടതയ്ക്ക് ഒരു അറുതിയുണ്ടെന്ന വെളിപ്പാടാ നമ്മുടെ സമാധാനം. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് വിശ്വസിക്കാൻ പറ്റും? എൻ്റെ എല്ലാ കഷ്ടതയ്ക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എൻ്റെ നിന്നയുടെ മേളിൽ 3, 6, 5 മാസം വർഷം കണക്കെഴുതിയ സ്വർഗമല്ലിയ പരീക്ഷയോടുകൂടെ പോക്കുവഴി വെച്ചിട്ടുണ്ട് എന്ന വെളിപ്പാട് അകത്തുള്ളവർക്ക് മാത്രമേ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. അവരും വിളിച്ചു പറയും, അവൻ ഞങ്ങളുടെ സമാധാനം. ഹല്ലേലൂയ. നിന്ദകളെ ആക്ഷേപങ്ങളെ നോക്കി അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാൻ പറ്റുമോ? ഈ കഷ്ടത ഒഴിഞ്ഞു പോകുന്ന കഷ്ടതയാ.
ഇത് മാറിപ്പോകുന്ന നിന്നയാണ്. എല്ലാ കല്ലും ഉരുണ്ടു മാറും, എല്ലാ കാവൽ കൂട്ടങ്ങളും നിഷ്പ്രഭരായി മാറും, എല്ലാ മുദ്രകളും പൊട്ടും, എല്ലാ കല്ലറയും തുറക്കും, പുതുജീവൻ ഇവിടെ വ്യാപരിക്കും. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ ഇന്ന് വരെ കാണാത്തൊരാത്മാവിൻ്റെ കുതിച്ചൊഴുക്കും ഒരു ഉണർവും ഉണ്ടാകുമെന്ന വെളിപ്പാട് അകത്ത് കയറിയാൽ ഇന്നത്തെ അസ്വസ്ഥതകളെ നോക്കി ഞങ്ങൾ വിളിച്ചു പറയും, സാരമില്ല. ഹല്ലേലൂയ. ഈ സമാധാനം അല്ലെങ്കിൽ പൗലോസ് വിളിച്ചു അകത്തിരിക്കുന്ന കൊണ്ടാണ് വിളിച്ചു പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു യാഗമായി അങ്ങ് സമർപ്പിച്ചു. ആ ഭാഗം കൂടെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ നമുക്കവിടെ അവസാനിപ്പിക്കുവാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, ഐ എം ഓൾറെഡി ബീങ് poured out as a drink offering. ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് പറയുന്നത്. അന്നത്തെ ചില ആചാരങ്ങളായിരിക്കാം അതിൻ്റെ പിൻചരിത്രം എന്ന് വിശ്വസിക്കപ്പെടുന്ന, ഹല്ലേലൂയ, ഒരു യാഗാർപ്പകൻ അല്ലെങ്കിൽ ഒരു ബൗളിനകത്ത്, ഹല്ലേലൂയ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂംഡ് ആയിട്ടുള്ള വൈനുമായി കടന്നു വന്ന് കത്തുന്ന കനലിനകത്തേക്ക് ഈ യാഗത്തിൻ്റെ പാനീയം ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ എല്ലാം പുകപടലങ്ങളും അവിടെ സൗരഭ്യവും വീശുന്നത് കണ്ടുകൊണ്ടായിരിക്കാം പൗലോസ് ഈ അർത്ഥത്തിൽ തന്നെ പറയുന്നു. ഒരു യാഗം അല്ലെങ്കിൽ ആരാധന എന്ന വിഷയവുമായി ചേർത്തായി പറയുന്നത്. എൻ്റെ ജീവിതം ഒരാരാധനയായതുകൊണ്ടാണ് എനിക്ക് സമാധാനമായി ജയിലിൽ കിടക്കാൻ പറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ലൈഫ് ഈസ് വർഷിപ്പ്. ജീവിതം ആരാധനയാണ്. ഇന്ന് രാത്രി ഈ വിഷയത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കാൻ പോകുന്നത്. ഇനി അല്പം നമ്മൾ സീരിയസ് ആണ് കാര്യങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് കേട്ടോണ്ടിരുന്നാൽ വളരെ നന്നായിരിക്കും. സ്തോത്രം. നമുക്ക് ഈ ആരാധന എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള പെന്തിക്കോസ്തുകാരൻ്റെ ഏറ്റവും അഭിമാനമാണ് എന്ത്? ആരാധന. മോനെ ഒന്നും തോന്നല്ല കേട്ടോ, ഒന്നും തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടെ. ഈ വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ നമ്മൾ സെൽഫ് മെയ്ഡ് ആ സാധനം. ലീഡ് വർഷിപ്പർ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം ഇവരെക്കാട്ടി നന്നായിട്ട് തുള്ളുന്നതുകൊണ്ടാണ് ജിസനെ നമ്മൾ വർഷിപ്പ് ലീഡർ എന്ന് വിളിക്കുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ലീഡ് വർഷിപ്പർ ഇറ്റ്സ് ഓക്കെ, ബട്ട് വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന സാധനം ഇല്ല. അത് പണ്ട് ഒരാളെ ഉണ്ടായിരുന്നു, പുള്ളിക്ക് കാരണം സസ്പെൻഷനൊക്കെ കൊടുത്ത് പുള്ളിയെ മാറ്റി ഇരുത്തിയിരിക്കുക, 1000 ആണ്ടത്തേക്ക് ഇനി ചങ്ങലയൊക്കെ ഇട്ട് മാറ്റി നിർത്തും. പുള്ളി മാത്രമേ ഉള്ളായിരുന്നു, ചിറക് വിടർത്തുന്ന കിരൂപായിരുന്നൊക്കെ പറയും. അതുകൊണ്ട് വർഷിപ്പ് ലീഡർ. പിന്നെ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അഭിമാനം. പണ്ട് കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലെ ഹല്ലേലൂയ വെസ്റ്റേൺ കൾച്ചറിലായിരുന്നു. ഇപ്പം നമ്മുടെ എല്ലാ വിശ്വാസ സമൂഹങ്ങളിലും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇല്ലെങ്കിൽ, പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ, ആദ്യത്തെ 3 പാട്ടും ഡ്രംസും കീബോർഡും ഗിറ്റാറുമാണ് എന്ത്? വർഷിപ്പ്. ബാക്കിയല്ല. അപ്പം ശുശ്രൂഷയുടെ മകുടമായ വർഷിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നൊക്കെ പറയും. ദൈവമക്കളെ, പ്രസംഗം ആരാധന, പാട്ടും ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അതെല്ലാം കൂടെ ചേർത്ത് ഇന്ന് രാത്രി പറയുന്നത് ജീവിതം ആരാധന. സഭാഗോളിൻ്റെ 4 ചുവരിനകത്ത് മുഴക്കുന്ന ഒച്ചയല്ല ഞാൻ ഇന്ന് രാത്രി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആരാധനയ്ക്ക് 2 വശങ്ങളുണ്ട്. സുക്കാർ എന്ന പട്ടണത്തിലേക്ക്, ശമരിയയിലെ സുക്കാർ എന്ന പട്ടണത്തിലേക്ക് യാക്കോബ് തൻ്റെ മക്കൾക്ക് കുഴിച്ചു കൊടുത്ത, യോസഫിന് കൊടുത്ത കിണറിനരികിലേക്ക് സകല സാമൂഹിക രാഷ്ട്രീയ മതത്തിൻ്റെ ഭാഷയുടെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് യേശു എന്ന ഹല്ലേലൂയ യഹൂദൻ അല്ലെങ്കിൽ ശമരിയ പട്ടണത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് നട്ടുച്ച നേരത്ത് ജീവിതയാത്രയിൽ പരാജയപ്പെട്ടു പോയ തകർച്ചകളുടെ കൂമ്പാരത്തിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ പരിചയപ്പെടുകയും അവളുമായുള്ള സംഭാഷണമാണ്. സ്തോത്രം. ആ സംഭാഷണം ശിഷ്യന്മാർക്ക് പോലും അരോചകമായൊക്കെ തോന്നി. അപ്പം ആ സംഭാഷണത്തിനകത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പദമുണ്ട്. നമുക്കിത് പെട്ടെന്ന് അവർ പറഞ്ഞ് എന്തിലേക്ക് പ്രവേശിച്ചു? ആരാധനയിലേക്ക് പ്രവേശിച്ചു. നമ്മളാണെങ്കിൽ സംസാരം ആരാധനയെ തുടങ്ങുമ്പോൾ ഒടുവിൽ കൊണ്ടെത്തിക്കുന്നത് ട്രംപിൻ്റെ കാര്യം പറഞ്ഞാൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ തുടങ്ങുമ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ പറയും, പിന്നെ അവസാനം ലോക രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കും, എക്കോണമിയിലേക്ക് പ്രവേശിക്കും, ജോലി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കും, കൊണ്ട് അവസാനം ആശീർവാദം പറയുമ്പോഴത്തേനും നമുക്ക് അറിയത്തില്ല എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിച്ചെന്ന്. യേശു അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞു തുടങ്ങി, അവസാനം ആരാധനയെ കൊണ്ട് അവസാനിപ്പിച്ചു. ഇതാ ജീവിതം ആരാധന എന്ന് പറയും. എവിടെ തുടങ്ങിയാലും വി നീഡ് ടു എൻഡ് അപ്പ് വിത്ത് വർഷിപ്പ്. എവിടെ തുടങ്ങിയാലും ആരാധനയിൽ കൊണ്ടെത്തിക്കണം. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-24 വാക്യം. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇവിടെ യേശു അവളോട് പറയുകയാണ്. പറയാൻ കാരണമുണ്ട്. ആരാധന വിഷയം സംസാരിച്ചപ്പോൾ യഹൂദന്മാരുടെയും ശമരിയരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതെനിക്കിപ്പോൾ വിശദീകരിക്കാൻ നേരമില്ല, അതിൻ്റെ ആവശ്യകത ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അവിടെ അയാളുടെ ആരാധനയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ദൈവത്തെ ആരാധിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ആത്മാവിൽ ദൈവത്തെ അവിടെ ആരാധിക്കുന്നു. 2 ആരാധന കാലക്രമങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പം 2 പേർക്കും ആരാധനയുണ്ട്. പിതാക്കന്മാർ തുടങ്ങി വെച്ച ആരാധനയാണ്. യേശു പറഞ്ഞു, ആ മലയുമല്ല ഈ മലയുമല്ല എൻ്റെ വിഷയം. ആ ആരാധനയെക്കുറിച്ചോ അവരുടെ ആരാധനയെക്കുറിച്ചോ അവരുടെ ആരാധന രീതിയെക്കുറിച്ചോ പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന ആരാധന എന്താണ്? ദൈവം ആത്മാവായതുകൊണ്ട് അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യണം? വർഷിപ്പ് ചെയ്യണം, ആരാധിക്കണം. അപ്പം ദൈവമക്കൾ ആരാധനയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. ആരാധന ആത്മാവിലുമായിരിക്കണം. പിന്നെ എങ്ങനെ ആയിരിക്കണം?
സത്യത്തിലുമായിരിക്കണം. ലളിതമായ ഭാഷയിൽ ഞാൻ വ്യാഖ്യാനിച്ചു തരാം. ആത്മാവിലെ ആരാധനയെക്കുറിച്ച് നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലല്ലോ. 1 2 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നവരാ? ആരാധിക്കുന്ന പാട്ടും കൂടെ ഒത്തു കിട്ടി. ഇന്നത്തെ എല്ലാം നല്ല പാട്ടായിരുന്നു കുഞ്ഞ്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ട് ഒത്തു കിട്ടിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. പിന്നെ ഈ കൊട്ട് നിർത്തുമ്പോൾ നമ്മുടെ വിചാരം ആരാധന തീർന്നെന്നാണ്. അതും ആ തെറ്റിദ്ധാരണയും കൂടെ ഒന്ന് മാറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. സംഗീതക്കാർ മുമ്പേ നടക്കണം, വീണക്കാർ തൊട്ട് കുറേ പോകണം. നമ്മുടെ വിചാരമല്ലേ വീണയാണ് ഭയങ്കര ശബ്ദം എന്നാൽ നമ്മൾ ഈ അവസാനം ഞാൻ വരുമ്പോൾ ദൈവദാസനോട് പറഞ്ഞുകൊണ്ടാണ് വന്നത്, ഈ അവസാനത്തെ ഒരു പാട്ടുണ്ട് നിങ്ങളുടെ, അതൊന്നും നിർത്തണം. ഏതാ? ഇപ്പോഴത്തെ അല്ല മോനെ, ഈ ഞങ്ങളെല്ലാം വീട്ടിൽ പോകുമ്പോൾ. കാരണം ഈ വർത്തമാനം പറയാൻ ചെവിയൊന്നും കേൾക്കത്തില്ല. കാരണം ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ കൊട്ടാരക്കരങ്ങളിൽ പറഞ്ഞു, എൻ്റെ പ്രസംഗത്തിൻ്റെ 5 മിനിറ്റൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ അവസാനം പാടാൻ വെച്ചിരിക്കുന്ന പാട്ട് വേണേ ഇപ്പോൾ അങ്ങ് പാടിക്കോളും പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഒരു കല്യാണം കഴിയുമ്പോൾ അവസാനം ഒരു പാട്ടുണ്ട്. കാരണം ആൾക്കാർക്കൊന്ന് വർത്തമാനം പറയാൻ പോലും പറ്റത്തില്ല. നിങ്ങളുടെ അത്ര ഒച്ച ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കാല് പിടിച്ച് പറയുന്നത്. അന്നേരങ്ങൾ നിങ്ങൾ ആ പാട്ടും ഞാൻ 5 മിനിറ്റ് കൂടുതൽ ആ പാട്ട് ഇപ്പോൾ പാടിക്കും, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സന്തോഷമുള്ളല്ലേ. പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഇരിക്കുമ്പോൾ തന്നെ പാടി കേൾപ്പിക്കുന്നത്. ഈ ആരാധന അല്ലല്ല, പാട്ടും ആരാധനയൊക്കെ ഇതിനകത്തുള്ളത് തന്നെ. പക്ഷേ നാം തെറ്റിദ്ധരിച്ചു, ഇതൊക്കെ ഒരു 10% ഉള്ളൂ യഥാർത്ഥ ആരാധനയാണ്. അല്ലല്ല, വി നീഡ് ടു നോ അബൌട്ട് ദ അതർ സൈഡ് ഓഫ് വർഷിപ്പ്. സത്യ ആരാധനയുടെ മറുവശം നാം അറിയണം. ഞാൻ പറഞ്ഞല്ലോ, കനമേറിയ ഒരു സന്ദേശമാണ് ഞാൻ ആരംഭത്തിൽ പറയുവാൻ പോകുന്നത്. ആരാധനയെക്കുറിച്ച് നമുക്കുള്ള ആത്മീയരുടെ തെറ്റിദ്ധാരണ, പാട്ടിലും പ്രാർത്ഥനയിലും തുള്ളലും കൈകൊട്ടലും അന്യഭാഷ കൊണ്ട് നാം ചുരുക്കുന്നു. ജസ്റ്റ് ഓൺലി 10%. ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ ഒരു വശം മാത്രമേ ആയിട്ടുള്ളെന്ന്. അങ്ങനെ ഒരു ചിത്രം നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ യഹൂദിയയുടെ പാപത്തെക്കുറിച്ച് ഓർപ്പിച്ച് വരുമ്പോൾ അവിടെ ഹോശിയ ഹല്ലേലൂയ എബ്രഹാമിനെ കുറിച്ച് ഒരു കമൻറ്റ് നടത്തുകയാണ് പ്രവാചകൻ. എബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, എബ്രഹാം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എബ്രഹാമിനെ കുറിച്ച് പറയും ഈസ് ആൻ അൺടേൺഡ് കേക്ക് എന്നാണ്. അവിടെ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ദോശ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. എന്തെങ്കിലും സൗത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരങ്ങൾ ഒന്നാണ് ദോശ. പേരിലും ഭാവത്തിലും രൂപത്തിലും ഉൾക്കാഴ്ചയിലും ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരും. ഏതായാലും സംഗതി എന്താണ്? എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരുമാതിരിയൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് ദോശ. ദോശയെക്കുറിച്ച് അവിടെ അങ്ങനെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം. മറിച്ചിടാത്ത ഒരു സൈഡ് ഫുള്ളി അടിച്ച് പൊളിയാണ്, അല്ലല്ലേ, വെന്ത് നന്ന പരുവത്തിനിരിക്കുകയാണ്. ആര് കണ്ടാലും കയ്യടിയുണ്ട്, പാട്ടുണ്ട്, അന്യഭാഷയുണ്ട്, സ്തോത്രമുണ്ട്, വട്ടക്കഴുത്ത്, മുട്ടത്തല എല്ലാം ഒരു റെഡിയാണ്, ഒരു കുഴപ്പവും ഇല്ല. ഹല്ലേലൂയ, ബ്യൂട്ടിഫുള്ളാണ് ഒരു സൈഡ്. പക്ഷേ മറ്റേ സൈഡ് വായി വെക്കാൻ കൊള്ളത്തില്ല, വെന്തിട്ട് പോലും ഇല്ല, തീക്കകത്ത് തിരിച്ചിട്ടിട്ടില്ല. ഇതാ നമ്മുടെ ആരാധനയുടെ 1-ാം വശം. ഒരു വശം അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വെൽ ഡ്രസ്ഡ് ആണല്ലോ, നല്ല കയ്യടി, നല്ല പാട്ട്, നല്ല അന്യഭാഷ, നല്ല സ്തോത്രം, തുള്ളൽ, ചാട്ടം എല്ലാം ഉണ്ട്. കീബോർഡ് വെൽ സെറ്റിൽഡ്, അഭിഷിക്തന്മാരെ ദൈവദാസന്മാർ മുന്നിൽ നിന്ന് പാട്ട് നയിക്കുന്നു, അഭിമാനം ഞാൻ കൊള്ളുന്നു, ഞാൻ അതിൻ്റെ ഭാഗമായത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ മറ്റൊരു വശം നമുക്കുണ്ട്, അത് ഇന്ന് രാത്രി തിരിച്ചറിയണം. സത്യത്തിൽ ആരാധനയുടെ മറുവശം മറന്നിട്ട് നാം പാടുന്ന പാട്ടുകൾക്കും സ്തോത്രങ്ങൾക്കും ഈ മേൽക്കൂരയ്ക്ക് അപ്പുറത്ത് പോകുവാൻ ആരോഗ്യമില്ല എന്ന് നാം തിരിച്ചറിയണം. എൻ്റെ പാട്ടിൻ്റെ ഒച്ചയോ മൈക്കിൻ്റെ സൗണ്ട് ബോക്സിൻ്റെ പ്രത്യേകതയോ ഓപ്പറേറ്ററുടെ കഴിവോ അല്ലല്ല, നമ്മൾ ഉയർത്തിയ ഒച്ചപ്പാട് മാത്രമല്ല, അതിനോട് ചേർന്ന് പോകേണ്ടതുണ്ട് ജീവിതം എന്ന ആരാധന. എൻ്റെ ജീവിതം ഞാനൊരു യാഗമായി അർപ്പിച്ചു എന്ന് പറയുന്നവർക്ക് മാത്രമേ സമാധാനപൂർണമായ ജീവിതം ഇവിടെ കാഴ്ചവെക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തതിൻ്റെ തെളിവാണ്, സഭയിൽ വന്ന് വെള്ളിയാഴ്ച നല്ല കയ്യടിയും പാട്ടും ദൈവദാസൻ അലറിക്കറി പ്രസംഗിച്ചു, നിങ്ങൾക്ക് ആശ്വാസമായിരുന്നു. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ പിന്നെ സമാധാനമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? നമ്മുടെ ആരാധനയുടെ അന്തരീക്ഷം ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒതുങ്ങിപ്പോയി. നമ്മുടെ ആരാധനയുടെ അന്തരീക്ഷം ആളും പേരും ഇടത്തും വലത്തും കൈത്താങ്കലും കൈ കൊടുക്കുവാനും ചുംബനം ചെയ്യുവാനും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്രമുള്ള ഒരു സന്തോഷമാണെങ്കിൽ അത് ഒരു വശം മാത്രമേ ഉള്ളൂ. ആരും കൂടെ ഇല്ലാത്തപ്പോഴും അകത്ത സന്തോഷം കെട്ടുപോകാതെ ആത്മാവിൽ നൃത്തം ചെയ്യുവാൻ, ആദരം ഉയർത്താൻ പറ്റാത്തപ്പോഴും ഹൃദയം കൊണ്ട് പാടാൻ പറ്റുന്നുവെങ്കിൽ, കൈ ഉയർത്താൻ പറ്റാത്തപ്പോഴും ഉള്ളം തുടിക്കുന്നുണ്ടെങ്കിൽ ജീവിതം ഒരു ആരാധനയായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതറിയണം നമ്മൾ ഇന്ന് രാത്രി. ഹല്ലേലൂയ. അപ്പം ഒരു വശം നന്നായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് യേശു ഒരിക്കൽ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കുറിച്ച് പറയുക. അവർ എപ്പോൾ കിട്ടിയാലും ഒരു കൊട്ട് കൊടുത്തിട്ട് ആരും വിടത്തുള്ളൂ, യേശു വിടത്തുള്ളൂ. കാരണം ഈ കപടഭക്തി യേശുവിന് ഇഷ്ടമില്ലാത്ത. വേദപുസ്തകം വിഭാവനം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപം ഹിപ്പോക്രസിയാണ്. ആത്മീയനെന്ന് അടിച്ചിട്ട് ജഡീകൻ്റെ പ്രവൃത്തി ചെയ്യുന്നതാ യേശുവിന് ഇഷ്ടമില്ലാത്ത. ബാക്കിയെല്ലാം ക്ഷമിക്കാനൊക്കെ കുറച്ച് എത്രയോ പാപികളെ മാർവോട് ചേർത്ത് പിടിച്ചിട്ടാ യേശു നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഒരു വാക്കൂടെ ചേർത്ത് പറയും, മേല പാപം ചെയ്യരുത്, മേല.
ഇത്രയും നാളും ചെയ്തത് കുഴലിൽ ഞാൻ അങ്ങ് ക്ഷമിച്ചു, മേലാൽ പാപം ചെയ്യരുത്. പക്ഷേ ശാസ്ത്രിമാരും പരീശന്മാരും കപടഭക്തിക്കാരെ എന്ന് വിളിച്ചാണ് പറഞ്ഞത്. അവിടെ യേശു പറയുകയാണല്ലേ, നിങ്ങൾ ദശാംശമൊക്കെ കൊടുക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. പറയാം, അങ്ങനെയൊക്കെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യ എന്നേ ശൂഷീകരിക്കപ്പെട്ടനെ. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നറിയാമോ? നിങ്ങളല്ലിയ ചതകുപ്പ, ജീരകം, അല്ലിയ തുളസി, നമ്മളിതൊന്നും കൊടുക്കുക. വീട്ടിൽ വളർത്തുന്ന കറിവേപ്പിലയുടെ തണ്ട് പോലും മുറിച്ചിട്ട്, അത്ര പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നിങ്ങൾ ആരും ഈ 10 കിലോ ജീരകം ഒന്നും വാങ്ങിക്കത്തില്ലല്ലോ വീട്ടിൽ, അല്ലേ? ഇപ്പോൾ 100 ഗ്രാമോ 50 ഗ്രാമോ, ഇപ്പം എനിക്കറിയത്തില്ല, കണക്കൊന്നും അറിയത്തില്ല. അത് എണ്ണിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും? ദശാംശം കൊടുക്കുമായിരുന്നു. ഇങ്ങനെ കൊടുക്കുന്നത് അത്ര പെർഫെക്റ്റ് ഇൻ പേയിങ് ദ ടൈത്ത്. പക്ഷേ അതിനപ്പുറത്തൊരു കാര്യമുണ്ട്. ന്യായപ്രമാണത്തിലെ ചില വെയിറ്റിയർ മാറ്റേഴ്സ് ഉണ്ട്, കനമേറിയ കാര്യങ്ങൾ. ത്രാസി വെച്ചാൽ വെയിറ്റുള്ള കാര്യങ്ങൾ, ഇപ്പുറത്ത് വെയിറ്റുള്ള കാര്യം കിടക്കുമ്പോഴാണ് ഈ ഊതിയാൽ പറന്നു പോകുന്ന കാര്യത്തിനകത്ത് എണ്ണം പറഞ്ഞ് ഇങ്ങനെ ദശാംശം കൊടുക്കുകയാണ്. പക്ഷേ ന്യായം, കരുണ, വിശ്വസ്തത ഇവയെ നിങ്ങൾ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് കർത്താവ് ആവശ്യപ്പെട്ടത്? ഇത് ചെയ്യുകയും വേണം, മറ്റത് മറക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും ബാലൻസ്ഡ് സ്പിരിച്വാലിറ്റി, അല്ലല്ലേ? ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്. തുലാസിന്റെ തട്ടിൽ വെക്കുമ്പോൾ ഒരു വശം മാത്രം ഉയർന്നിരിക്കാതെ ഒരു ബാലൻസ് ആയിട്ട് കരുണയും ദയയും വിശ്വസ്തതയും വെളിപ്പെടുത്തണം. ഇതാ പറയുന്ന ഹല്ലേലൂയ അതർ സൈഡ് ഓഫ് വർഷിപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി ഒന്ന് പഠിക്കാം, എന്താണ് നമ്മുടെ ഹല്ലേലൂയ ആരാധനയുടെ മറുവശം. പാട്ടും പ്രാർത്ഥനയും അല്ലാത്ത വേറൊരു വശം കൂടെ ഉണ്ട് ആരാധനയ്ക്ക്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ, സുപരിചിതമായ വാക്യമല്ലേ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. മതി, സ്തോത്രമല്ലേ. 1-ാം വാക്യം മാത്രം മതി. നമ്മൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, സറണ്ടർ യുവർ ബോഡി ആസ് എ ലിവിങ് സാക്രിഫൈസ്. ജീവിത സമർപ്പണം എന്ന ഒരു യാഗമുണ്ട് ദൈവമക്കളെ. സമർപ്പിക്കപ്പെടാത്ത ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പാട്ടിനും സ്വർഗം മാർക്കടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി കാലം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണത് കേട്ടോ. ഹല്ലേലൂയ. കുവൈറ്റിൻ്റെ മണ്ണിൽ പാർത്താലും അമേരിക്കയിൽ പാർത്താലും ഇന്ത്യയിൽ പാർത്താലും ഓസ്ട്രേലിയയിൽ പാർത്താലും ലോകത്തിൽ എവിടെ പാർത്താലും വചനത്തിൻ്റെ പ്രമാണം തന്നെ, അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ശരീര സമർപ്പണം. ഇവിടെ പൗലോസ് ഓർമ്മ, സഹോദരന്മാരെ, അത് വിളിക്കാനേ പൗലോസിന് കഴിയത്തുള്ളൂ. സഹോദരന്മാരെന്ന് വിളിച്ചുള്ള ബുദ്ധിയുപദേശമാണ്. ഒരു രക്തത്തിൻ്റെ അവകാശികൾ, ഒരു അപ്പത്തിൻ്റെ ഓഹരിക്കാർ, ഒരു ശരീരത്തിൻ്റെ ഭാഗമായി നിങ്ങളെ ഞാൻ സഹോദരനായി കാണുന്നു. ഇവിടെ നിറവ്യത്യാസമില്ല, ഇവിടെ ഭാഷ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല, ഇവിടെ ഉച്ചനീചത്വങ്ങളില്ല. ദൈവമക്കൾക്ക് എല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ, ഒരു രക്തത്തിൻ്റെ അവകാശികൾ, ഒരു നിറത്തിലാണ് നമ്മെ കാണുന്നത്. യേശുവിൻ്റെ സഹോദരന്മാരെ, നിങ്ങളോടൊരു പ്രബോധനം ഞാൻ പറയുക. അത് ദൈവത്തിൻ്റെ മനസ്സലിവ. കോപത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നിങ്ങൾ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഈ 2025 സെപ്റ്റംബർ മാസം 10-ാം തീയതിയും പരിശുദ്ധാത്മാവ് ബുദ്ധിയുപദേശം തരുന്നു. നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു മറുവശമുണ്ട്. ഞാൻ പറഞ്ഞില്ല, 1-ാം ഭാഗം വളരെ പെർഫെക്റ്റ് ആണ്. ഇനിയും പ്രത്യേകിച്ച് ആരും വന്നിട്ട് നിങ്ങളെ ആ പാട്ട് പാടാൻ ഉത്സാഹിപ്പിക്കേണ്ട. നിങ്ങൾക്കറിയാം എങ്ങനെയാ പാടേണ്ടത്, നിങ്ങൾക്കറിയാം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്കറിയാം എങ്ങനെ പ്രസംഗിക്കേണ്ടത്, നിങ്ങൾക്കറിയാം എങ്ങനെ കൈയെടുക്കേണ്ടത്, നിങ്ങൾക്കറിയാം എങ്ങനെ ദൈവത്തിന് കൊടുക്കണമെന്ന്. പക്ഷെ അറിയാതെ പോകരുത്. ഈ ശരീരത്തെ സമർപ്പിക്കണം. അത് എങ്ങനെ സമർപ്പിക്കണം? ജീവനുള്ള യാഗമായി. ഇതാ വ്യത്യാസം. പഴയ നിയമത്തിലെ യാഗം ജീവനുള്ളതിനെ കൊണ്ടുവരും, തിരിച്ചു പോകുമ്പോൾ ഒരു പൊടി പോലും കാണത്തില്ല. പ്രൈസ് ദി. എല്ലാവർക്കും വളരെ സന്തോഷമല്ലേ? പഴയ നിയമകാലത്ത് ജീവിക്കാത്തതിനൊരു സ്തോത്രം പറയാൻ പറ്റൂ? സന്തോഷം. അന്ന് ജീവിച്ചാൽ മതിയായിരുന്നല്ലേ? എൻ്റെ ദൈവമക്കളെ, അല്ലേ, ഒരു കള്ളം പറഞ്ഞ ഒരു കാളെ കൊണ്ടുവരണമായിരുന്നു. എന്തൊരു ചിലവേറിയ ജീവിതമായിരുന്നല്ലേ? ഒരു കള്ളം പറഞ്ഞാൽ യമന് പാപത്തിൻ്റെ പട്ടി ഒന്നും പറയുന്നില്ല. ഒന്നെങ്കിൽ ഒരു കാള, അല്ലെങ്കിൽ പിന്നെ ഒരാട്, അല്ലെങ്കിൽ 2 പ്രാവ്. ഇന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഇവിടുത്തെ നമ്മുടെ ഭാഷ വെള്ളിയാഴ്ച രാവിലെ ഒരു കാളയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ നാട്ടുകാരെന്തോ പറയും? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പിന്നെ വ്യാഴാഴ്ച വരെ ഓഫീസിൽ വളരെ മിടുക്കനായിരുന്നു, മാന്യനായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച രാവിലെ ഒരു കാളയും കയറേയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആൾക്കാരെന്തോ പറയും? എന്തോ കുരുത്തക്കേട്. നമ്മുടെ ഭാഷയിലല്ലേ? നമ്മളാണെങ്കിൽ പിന്നെ അങ്ങ് വ്യാഖ്യാനിക്കും, ചെയ്തും ചെയ്യാത്ത സകല കാര്യങ്ങളും പറയും. ഇനി ആരും കാണാതെ ഒരു പ്രാവിനെ കൊണ്ടുവന്നാലും പറയും എന്തോ ഒപ്പിച്ചിട്ടായി വരുന്നത്. ഇങ്ങനെയുള്ള ഒരു സംസ്കാരമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ ആണ് പള്ളിക്കകത്ത് തന്നെ ഈ കച്ചവടം തുടങ്ങിയത്. കാരണം ആരും അറിയത്തില്ല. രാവിലെ ബൈബിൾ എടുത്തുകൊണ്ട് നിങ്ങൾ നേരെ വന്നാൽ മതി. ഇവിടെ വന്ന് കൗണ്ടറിൽ കാശ് കൊടുക്കും. പുരോഹിതൻ പറയുന്ന ഇവൻ്റെ പേരിൽ നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു വഴിപാടങ്ങ് അർപ്പിച്ചേക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളിതിനെ കള്ളന്മാരുടെ
അല്ലാതെ അവിടുത്തെ കച്ചവടത്തിന് എങ്ങനെ ഇഷ്ടമൊന്നുമല്ല. യേശു ഇതിനെ പറഞ്ഞതിൻ്റെ കാരണം പാപം ഏറ്റുപറയാതെ പാപത്തിൻ്റെ പച്ചഗന്ധം അല്ലല്ല അകത്ത് കൊണ്ടു നടക്കുമ്പോഴും മറ്റുള്ളവരാൽ പരിഹരിക്കപ്പെടുന്നുവെന്നുള്ള തെറ്റിദ്ധാരണയാ നിങ്ങൾക്കെതിരെ ഞാൻ വിരൽ ചൂണ്ടുന്നെന്ന് യേശു പറഞ്ഞത്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ പാപം ഹല്ലേലൂയ ഈ അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു. കൊണ്ടുവരുന്ന ഒരു കാളയെ അർപ്പിക്കുന്നു, ആടിനെ അർപ്പിക്കുന്നു, പ്രാവിനെ അർപ്പിക്കുന്നു, അതിനെ ഹല്ലേലൂയ ലേവ്യർ തൊലി പൊളിക്കുന്നു, കഴുത്തെറുക്കുന്നു, അതിനെ കൊല്ലുന്നു, ചാരമാകുന്നു, പൊടി കിട്ടിയെങ്കിലായി പാപം പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോകുന്നു. അത് സ്ഥിരമായിരുന്നില്ല എന്നും നമുക്കറിയാമല്ലോ. പക്ഷെ പുതിയ നിയമയാഗം അങ്ങനല്ല. നിങ്ങളുടെ ശരീരത്തിൽ ആ മുറിവ് നിങ്ങൾ അറിയണം. കേട്ടിട്ട് പേടി വരുന്നുണ്ടോ? ജീവനുള്ള യാഗം, ലിവിങ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മനസ്സിലാകും. കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കളക, കണ്ണിടർച്ച വരുത്തിയാൽ ചൂടിന്ന് കളക, കാലിടർച്ച വരുത്തിയാൽ മുറിച്ച് കളക. ആ വേദന നിങ്ങൾ അറിയണം. ക്രൈസ്തവോട് ഇവിടെ കൈവെട്ടി ഒറ്റക്കാലനും ഒറ്റക്കൈനും ഒറ്റക്കണ്ണനുമായി പോകുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവഹിതമല്ലെങ്കിൽ ആ പ്രവൃത്തി മുറിച്ചു കളയുവാൻ അതിൻ്റെ വില എത്ര വലുതാണെങ്കിലും അത് ദൈവമുമ്പാകെ സമർപ്പിക്കാൻ തയ്യാറാകണം. എൻ്റെ നാക്ക്, എൻ്റെ വാക്കുകൾ ദൈവനാമത്തിന് അപമാനമാണെങ്കിൽ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക്, മരുമക്കൾക്ക്, ദൈവദാസന്, സഭയ്ക്ക്, സമൂഹത്തിന് എൻ്റെ ആദരം കൊണ്ട് വേദനയാണെങ്കിൽ ഇനി ഞാനത് സംസാരിക്കത്തില്ല എന്ന് പറയുന്ന ഒരു സമർപ്പണത്തിലേക്ക് നാം എത്തണം. ഹല്ലേലൂയ. 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. 1.5 മണിക്കൂർ അന്യഭാഷ പറയുന്നതിനെക്കാട്ടി പാടാ 5 മിനിറ്റ് മലയാള ഭാഷയിൽ സ്വന്തമായിട്ടും സംസാരിക്കാൻ. വാട്ട് എവർ ബീം യുവർ മദർ ടങ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിക്കോട്ടെ. ഭാര്യയോട് 5 മിനിറ്റ് സ്നേഹത്തോടെ സംസാരിക്കാതെ 1.5 മണിക്കൂർ ഇവിടെ ഞാൻ എന്തോ അലറിക്കൂട്ട് എന്താ കാര്യം ദൈവമക്കൾ? ഹല്ലേലൂയ. സമൂഹത്തിൽ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഫോർ ദ സൊസൈറ്റി ബട്ട് ഐ ആം നോട്ട് ഏബിൾ ടു ടോക്ക് ടു മൈ ബ്രദർ. ഹല്ലേലൂയ. സമൂഹത്തിന് വേണ്ടി എല്ലാം ചെയ്തിട്ട് എൻ്റെ കൂട്ടു സഹോദരനോട് സ്നേഹത്തോടെ 4 വാക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, ആദരം ഹല്ലേലൂയ ക്രൂശിക്കപ്പെടണം. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്കൊക്കെ പ്രാർത്ഥിക്കാറ്. നിങ്ങളെല്ലാം ഇന്നും പ്രാർത്ഥിച്ചവരാണ്. ഈ കൈ പൊക്കിക്കുന്ന പരിപാടിയെ നല്ലതല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചവരാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും 5 അധ്യായം വായിച്ചവരാണെന്നും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പറയുക, നിങ്ങളെല്ലാവരും 5 അധ്യായം വായിച്ചവരാണെന്നും വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒത്തിരി പ്രാർത്ഥന വേദപുസ്തകത്തിലുണ്ട്. 141 സംഘത്തിലെ 3 യഹോവേ എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരധാരത്തെ. ഇത് സംഗീതത്തിന് ഞായറാഴ്ച ഭാഷ വായിക്കുമ്പോൾ അല്ല, നമ്മൾ സ്വന്തമായിട്ട് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഹല കർത്താവ് വ്യസനത്തിനുള്ള വല്ല മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തെ എന്നെ നടത്തണമേ. ആദര ശുദ്ധീകരണം. നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം. ദൈവഹിതമില്ലാത്ത കാഴ്ച എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം. ദൈവഹിതമില്ലാത്ത സംസാരം എനിക്ക് വേണ്ട. വളഞ്ഞ വഴിയും വക്രവാക്കും ചതിക്കുന്ന വാക്കും വ്യസനവാക്കും അല്ലല്ല മറ്റുള്ളവരെ വശീകരിക്കുന്ന വാക്കും ഒന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം. ഈ അധരം കൊണ്ട് ശപിക്കുകയും ഈ അധരം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യരുതെന്നല്ലേ വചനം പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം അത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ശരീര സമർപ്പണമെന്നൊരു യാഗം, സമാധാനപൂർണമായ ജീവിതം നിങ്ങൾക്ക് നയിക്കണമോ? അപ്പോസ്തലനായ പൗലോസിനെ പോലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, ജീവൻ്റെ സമയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുമ്പോൾ, തനിക്കുള്ള ശിക്ഷാവിധിയുടെ കത്തുകൾ കയ്യിലിരിക്കുമ്പോൾ, തനിക്കുള്ള ശിക്ഷയുടെ വിധി അല്ലെങ്കിൽ മുന്നിൽ കാണുമ്പോഴും താൻ പറയുന്നു, ഐ ക്യാൻ ഹാവ് എ പീസ്ഫുൾ ലൈഫ്. എന്താ കാരണം? എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ട്, ഇന്നലെ പകൽ രാത്രി ഓർപ്പിച്ച പോലെ 100 രോഗം ശരീരത്തിലുണ്ടെങ്കിലും നിങ്ങൾക്ക് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാം. കാരണം നിങ്ങളുടെ അകത്ത മനുഷ്യൻ്റെ പ്രസരിപ്പ ഇന്ന് രാത്രി ദൈവം നോക്കുന്നേ. ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമായി സമർപ്പിക്കണം. ശരീര സമർപ്പണം ചെയ്യാത്തവന് ദൈവത്തെ ആരാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി തെളിവെന്താ? ഹല്ലേലൂയ. ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഏറ്റവും ഇഷ്ട കഥാപാത്രം. എല്ലാവർക്കും ജീവിതത്തിന് 2 വശങ്ങളുണ്ട്. ബൈബിളിൻ്റെ പ്രത്യേകത തന്നെയാണ് പരാജയപ്പെട്ട ജീവിതവും പരാജയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിജയകരമായ ജീവിതവും. എല്ലാ ഭക്തരും അതുകൊണ്ടാണ് ഈ ബൈബിളിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എത്രയോ സഹോദരങ്ങളോട് സംവാദമൊക്കെ ഞാനൊരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങളുടെ വേദപുസ്തകത്തിലെ പോലെ അശ്ലീലം എഴുതി വെച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വേദപുസ്തകത്തിൽ ക്രൂരനായ ഒരു ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ബുദ്ധി ഉപദേശത്തിന്. ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ഇവർക്ക് പറ്റരുത്. നമ്മളാണെങ്കിൽ ചരിത്രമൊന്നും അങ്ങനെ എഴുതത്തില്ല. വേദപുസ്തകമാണ് സത്യത്തിൽ ആൾക്കാരുടെ പഴയ പശ്ചാത്തലം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവചരിത്രം എഴുതാൻ തുടങ്ങണമെന്ന് ആലോചിച്ച് നോക്കിയിട്ട്, നിങ്ങളുടെ ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി എഴുതാൻ തുടങ്ങുന്നത്, ഒരു കുടുംബചരിത്രം എത്ര പേജ് കാണും? ചുമ്മാ അങ്ങ് പറഞ്ഞാട്ടെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, ഇനി വേറൊന്ന് പറഞ്ഞാട്ടെ, എത്ര കാണും? ഒരു 500 പേജെങ്കിലും കാണുമെന്ന് വെച്ചു. ഏതൊക്കെ പാസ്റ്റർമാർ, ഏതൊക്കെ അച്ഛന്മാർ, ഏതൊക്കെ തിരുമേനിമാർ, ഏതൊക്കെ സാമൂഹിക പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് തൂങ്ങിച്ചത്തവരും കാണും. നമ്മൾ അവരുടെ പേരൊന്നും എഴുതത്തില്ല. നല്ല സ്റ്റാറ്റസ് ഉള്ളവരുടെ പേരൊക്കെ എഴുതത്തുള്ളൂ. പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. എങ്ങനെങ്കിലുമൊക്കെ പറഞ്ഞ് കെട്ടി എവിടെ കൊണ്ട് കെട്ടും? പകലോ മറ്റും കുടുംബത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന്
കെട്ടും. അതൊന്നുമല്ല നമ്മുടെ പാരമ്പര്യം. സത്യം പറഞ്ഞാൽ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട കുടുംബത്തിൽപ്പെട്ടവരാണ് നമ്മൾ. ഏതെല്ലാം തോട്ടത്തിൻ്റെ പേര് പറഞ്ഞാലും ഏതെല്ലാം മുറ്റത്തിൻ്റെ പേര് പറഞ്ഞാലും ഹല്ലേലൂയ കൃപ കോർത്തി കളഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ചിട്ട് ഉടുതുണി പോലും ഇല്ലാതെ മരത്തിൻ്റെ പുറകെ ഒളിച്ചവൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാണ് നമ്മൾ. തമ്പുരാൻ ഉടുപ്പിച്ച തേജസ്സിൻ്റെ വസ്ത്രമുള്ളത് കൊണ്ട് മാത്രം ആരും നിഗളിച്ചു പോകരുത്. അതരം കൊണ്ട് പാപം ചെയ്യരുത്. കൈ ചൂണ്ടി സംസാരിക്കരുത്. വാക്കുയർത്തി സംസാരിക്കരുത്. പണത്തിന്റെ കൊഴുപ്പ് കാണിക്കരുത്. ആരോഗ്യം പറയരുത്. കുടുംബം പറയരുത്. ദൈവം പൊതിഞ്ഞ കൃപയല്ലാതെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ കൃപയാകുന്നു. അത് രാവിലെ തോറും പുതിയതാ. ഇന്ന് രാവിലെ പുതിയ കൃപ അനുഭവിച്ച എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. സ്ഥാനവും മാനവും അല്ല കസേരകളും ഒക്കെ വന്നും കയറിയും പോകും. പക്ഷെ അതല്ല നമ്മുടെ അഭിമാനം. തമ്പുരാന്റെ ദൃഷ്ടിയിൽ ഓമന പുത്രനായി ഇന്ന് പകലും ജീവിപ്പാൻ ദൈവം ഭാഗ്യം തന്നുവല്ലോ. മുടിഞ്ഞു പോകാതെ എനിക്ക് നേരെ പകൽ പകർക്കുന്ന അസ്ത്രങ്ങൾ കടന്നു വന്നു. ഇരുട്ടിൽ സഞ്ചരിച്ച മഹാമാരികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ എന്റെ തലയ്ക്ക് മുകളിൽ ആഞ്ഞടിച്ചപ്പോൾ എന്റെ ഡ്രൈവിംഗിന്റെ മിടുക്ക് കൊണ്ടല്ല, എന്റെ മരുന്നിന്റെ മിടുക്ക് കൊണ്ടല്ല, എന്നെ ശിശുടിച്ച ഡോക്ടറിന്റെ കഴിവല്ല, തമ്പുരാന്റെ കരുണ. ഒരു സൂര്യോസ്തമനം കാണുവാൻ ഭാഗ്യം തന്നെങ്കിൽ ഇന്ന് പകൽ രാത്രികാലം എത്ര അഭിമാനത്തോടെ പറയും, ഞാനാകുന്നത് ദയ, ഞാനാകുന്നത് കൃപ, ഞാനാകുന്നത് ദൈവത്തിന്റെ കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ മറന്നൊരു അതരം ഉയർത്തിപ്പോകരുത്. ദൈവകൃപ ചോർത്തിക്കളയുന്നൊരു വാക്ക് അതരത്തിൽ നിന്ന് പുറത്തു വരല്ലേ. അപ്പം അങ്ങനെ ഈ ഭക്തന്മാരുടെയൊക്കെ ജീവിതം വളരെ രസകരമാകട്ടോ. ദാവീദ് സ്തോത്രം എന്തോ പാട്ടുകാരനാണെന്നറിയാം. ഹല്ലേലൂയ. പാട്ട് പാടുന്നു, പാട്ട് എഴുതുന്നു, പ്രസംഗിക്കുന്നു, സങ്കീർത്തനത്തിൽ എത്ര എഴുതി വെച്ചിരിക്കുന്നു. നമ്മളിപ്പം പറഞ്ഞല്ലോ സ്തോത്രം. പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ, ഈ സത്യാരാധന പഠിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതം കൂടെ ചേർത്ത് വെച്ച് പഠിക്കണം. പ്രൈസ് ഹല്ലേലൂയ. കരടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? ദേവദാസന്മാരെ വലിച്ചു കയറിക്കൊല്ലും. കരടിയൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല അല്ലേ. നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയെ പോലും പേടിയുള്ളവരുണ്ട്. പിന്നെ സിംഹം വന്നാലോ പുള്ളിക്ക് ഒരു പ്രശ്നം ഇല്ല. ഗോലിയാത്തിനെ എന്തോ ചെയ്യും? നിങ്ങളെന്താ മൗനമായത് പെട്ടെന്ന്? നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ, പുള്ളിയല്ലേ കല്ല് പറയ്ക്കുന്നു പറഞ്ഞതൊക്കെ. ഗോലിയാത്തിനെ മലർത്തി അടിക്കാനൊന്നും ഒരു പാടുമില്ല. പക്ഷേ ബത്ശേബ വന്നു കഴിഞ്ഞാൽ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതാ സത്യാരാധനയുടെ മറുവശം. ഒന്നാം ഭാഗം പെർഫെക്റ്റ് ആണ്. പെട്ടകത്തിൻ്റെ മുമ്പിൽ വേണമെങ്കിൽ വസ്ത്രമെല്ലാം മാറ്റി പഞ്ഞുനൂലങ്കി ധരിച്ചിട്ട് അല്ലെങ്കിൽ ആടിപ്പാടി തുള്ളി കൊട്ടി ഘോഷമൊക്കെ നടത്തും. പക്ഷേ ഊരിയാവിനെതിരെ ഊമക്കത്തെഴുതാൻ കൈവറക്കത്തില്ല അവൻ്റെ. കാരണമല്ല, വി നീഡ് ടു നോ ദ അതർ സൈഡ് ഓഫ് വർഷിപ്പ്. ഹല്ലേലൂയ. നിരപരാധിയുടെ രക്തം കയ്യിൽ വെച്ചുകൊണ്ടും 1 വർഷം പാട്ട് പാടുവാൻ, 1 വർഷം സങ്കീർത്തനം എഴുതുവാൻ, 1 വർഷം പ്രസംഗിക്കാൻ, 1 വർഷം പാട്ടുപാടാന് വെള്ളവസ്ത്രം ധരിച്ച അഭിഷിക്തന്മാരെന്ന പേരുള്ളവർ പലരും വീണ് കിടക്കുമ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്തിട്ട് പാപം മറയ്ക്കാനുള്ള സ്ഥലമല്ല ആരാധന സ്ഥലം. പാപം ചെയ്തിട്ട് അന്യഭാഷ പറഞ്ഞല്ല മറയ്ക്കേണ്ടത്. ചുവരിന് കുമ്മായം അടിക്കുന്നതല്ല ആത്മീയം. ഹല്ലേലൂയ. കേടുപാടുകൾ കണ്ടുപിടിക്കണം. 1 വർഷം he never felt sad about what he has done. ചെയ്തതിനെക്കുറിച്ച് യാതൊരു റിഗ്രറ്റും ഇല്ലാതെ, അന്യനെ വഞ്ചിച്ചതും അതിരുമാന്തിയിട്ടും കൂട്ടു സഹോദരനെ വഞ്ചിട്ടും കുടുംബം കലഹിയിട്ടും ഭർത്താവിനെതിരെ ശബ്ദമുയർത്തിയിട്ടും ഭാര്യയെ ഉപദ്രവിച്ചിട്ടും മക്കൾക്കും മരുമക്കൾക്കും വേദന കൊടുത്തിട്ടും സ്വന്തം അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്കാതിരുന്നിട്ടും പാട്ടും തമ്പേറും കൊട്ടും പാട്ടുമായി ആലയത്തിൽ മുഴങ്ങുന്നതല്ല ആരാധന. ആരാധനയ്ക്ക് ഒരു മറുവശമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളം വേദനിക്കുന്നുവെങ്കിൽ എന്നെ മുറിവേൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ വചനം നിങ്ങളോട് കൈമാറുന്നു മാത്രമേ ഉള്ളൂ. സത്യാരാധനയുടെ മറുവശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്ക ഹൃദയത്തോടെ വന്ന് നിൽക്കണം. എന്തൊരു പാട്ടായിരുന്നു, എന്തൊരു പ്രാർത്ഥനയായിരുന്നല്ലേ. പക്ഷേ അല്ലേ നാഥാൻ വന്ന് ആ മനുഷ്യൻ നീയാണെന്ന് പറഞ്ഞപ്പോഴാ അവന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ എഴുതിയത്, ഹനനയാഗങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല, ഭോജനയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. 1000 കാളകളും 10,000 ആടുമാടുകളും ദൈവത്തിൻ്റെ വകയായി നിൽക്കുമ്പോൾ ഞാൻ കൊണ്ടുവരുന്ന കയ്യടിയും പാട്ടും സങ്കീർത്തനവും ട്യൂണും സ്തോത്രവും എൻ്റെ പ്രസംഗവും വാച്ചാതിരിയൊന്നുമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ യഹോവ നിരസിക്കുന്നില്ല. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ട് ഉടഞ്ഞ ഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ, നിറഞ്ഞ കണ്ണുകളോടെ, സമർപ്പണമുള്ള അതരത്തോടെ പാടുന്ന പാട്ട സ്വർഗത്തിന്റെ ഇമ്പഗാനം. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? വിശുദ്ധന്മാരുടെ കയ്യടി, വിശുദ്ധന്മാരുടെ പാട്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രസംഗം, വിശുദ്ധന്മാരുടെ സ്തോത്രമാ ദൈവത്തിന് പ്രസാദമുള്ള യാഗം. നിങ്ങളുടെ ജീവിതം ഇന്ന് രാത്രി യാഗമായി മാറണം. സമാധാനപൂർണമായ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിലെ നിഷ്കളങ്ക ജീവിതമാണ്. സ്വർഗം അംഗീകരിക്കുന്ന ജീവിതം കാഴ്ചവെക്കാൻ പറ്റിയാൽ
ദാറ്റ് ഈസ് ദ പ്ലീസിങ് ആൻഡ് അക്സെപ്റ്റബിൾ ആൻഡ് പ്രസൻറ്റബിൾ ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ മുമ്പാകെ സുഗ്രാഹ്യമായ യാഗം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയാണ്. ശിംശോൻ എന്തോ കരുത്താന്നറിയാമോ? എല്ലായിടത്തും ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞ് ഇതോടെ ചേർത്ത് പറഞ്ഞില്ലെങ്കിലോ. ശിംശോനെയൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ. സ്തോത്രമല്ലിയ പുള്ളി അല്ലിയ ഒരു പച്ച കഴുതയുടെ താടിയിൽ കൈ കൊടുത്താൽ കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് 1000 പേരെ കൊന്നു കൂട്ടിത്തരും. സ്തോത്രമല്ലിയ. പിന്നീടല്ലിയ നമ്മളൊക്കെ ആണെങ്കിൽ അല്ലിയ ഇവരടുത്ത് ഡോറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡോർ തെള്ളി തുറക്കി ഓട്ടം വരിക. പുള്ളിയാണെങ്കിൽ ഗസയുടെ വാതിലൊക്കെ തോള വെച്ചോണ്ടാണ് പോകുന്നത്. അങ്ങനെ ഡോർ തുറന്നില്ലെങ്കിൽ പുള്ളി എന്തോ ചെയ്യും? ഗസയുടെ വലിയ ഇരുമ്പ് ഗേറ്റൊക്കെ എടുത്ത് തോള വെച്ചോണ്ട് ഇത്ര കരുത്തനായ മനുഷ്യനല്ലേ. ശിംശോൻ്റെ ചരിത്രം പറഞ്ഞാൽ ഇന്നത്തെ പ്രസംഗം അതിൻ്റെ പുറകെ പോകണം, നമ്മളങ്ങനെ പോകുന്നില്ല. പിന്നെ അല്ലിയ 300 കുറുക്കന്മാരെ ഒക്കെ പിടിക്കും. ഒരു കോഴിയെ പിടിക്കാൻ പട്ടപാട് നമുക്കറിയാം. വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ പണ്ട് നമ്മുടെ ജോലി അതായിരുന്നു, കോഴിയുടെ പുറകെ ഓടുക, കച്ചിത്തുറുവിൻ്റെ ഇടയിൽ കൂടെ പോയി അതിനെ പിടിച്ചിട്ട് അമ്മാച്ചൻ വരുമ്പോഴാണ് നമുക്കൊരു കഷ്ണം കിട്ടുന്നത്. അത് വേറെ കാര്യം. അന്നേരമാണ് നമ്മൾ ഇതിനെയൊക്കെ പിടിക്കുന്നത്. എന്നിട്ട് ആ കോഴിയെ പിടിക്കുന്ന കുറുക്കനെ പുള്ളി പിടിച്ചത് എത്ര ഉണ്ട്? 1, 2 അല്ല 300. എന്നിട്ട് ഇതിൻ്റെ എല്ലാവരുടെ വാലെന്ത് ചെയ്തു? 2 കുരുക്കന്മാരെ തമ്മിൽ കൂട്ടാൻ പെടുന്ന പാട് നമുക്കറിയാം. അന്നേരം ഈ കുറുക്കന്മാരുടെ 2 നിന്ന് കൊടുത്തല്ലോ ഉമാർ. കൃപയുള്ളവൻ്റെ മുമ്പിൽ ഏത് കുരുക്കിനും നിന്ന് കൊടുക്കും. ദൈവസഭയിലെ പ്രശ്നമൊക്കെ തീരുന്നത് കൃപയിൽ അങ്ങ് നിന്നാൽ മതി. ഉപവാസം, പ്രാർത്ഥന, ആരാധന, സ്തോത്രം, ഈ കൗൺസിലിങ്ങും കമ്മിറ്റിയൊക്കെ കൂടിയാലൊന്നും പ്രശ്നം തീരത്തില്ല. അത് ഈ വഴക്കിലും കോടതിയിലൊക്കെ പോത്തേ ഉള്ളൂ. കൃപയോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാട്ടെ. നെബൂഖദ്നേസറിന്റെ ബുദ്ധി തിരികെ കൊടുത്ത ദൈവം, മുടിയും പുത്രന് സുബോധം കൊടുത്ത ദൈവമാണെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ ലോകത്തിലെ സുബോധം മടക്കി കിട്ടുവാൻ പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും അല്ലാതെ മറുമരുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടോർച്ചും പന്തവും കെട്ടി പരിസര വിലയൊക്കെ കൊല്ലുന്നു. എന്തോ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ സഭായം കഴിഞ്ഞാൽ നേരെ പോകുന്നത് ദലീലയുടെ വീട്ടിലോട്ടാണ്. കൂട്ടത്തിലുണ്ട് എല്ലാവരും. പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് നേരെ ഇറങ്ങിയാൽ പോകുന്നത് ദലീലയുടെ വീട്ടിലോട്ടാണ്. ശരീര സമർപ്പണമില്ലെന്നുണ്ടെങ്കിൽ കണ്ണു പൊട്ടും, കൈ ബന്ധനത്തിലാക്കും, അന്യൻ്റെ അടുക്കളയിൽ നീ മാവ് പൊടിക്കേണ്ട ഗതികേട് വരും. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞാട്ടെ. നഷ്ടപ്പെടുത്തി കളയിൽ അഭിഷേകം നഷ്ടപ്പെടുത്തരുത്, കൃപ ചോർത്തിക്കളയരുത്. ഇന്ന് രാത്രികാലം ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഈ മുറി വിട്ടു മടങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാത്രികാലം എൻ്റെ കണ്ണിനെ ഞാൻ സമർപ്പിക്കുന്നു. എത്ര പേര് പറയും? എൻ്റെ കൈകളെ സമർപ്പിക്കുന്നു, എൻ്റെ കാലുകളെ സമർപ്പിക്കുന്നു. ദൈവഹിതമില്ലാത്ത ഒരു ചിന്ത, every flashing thought that dominating against the perfect will of God, I bring it into submission. ഇന്ന് രാത്രി ദൈവഹിതമില്ലാതെ ഉയർന്നു പോകുന്ന സകല സങ്കല്പങ്ങളെയും ഞാൻ പിടിച്ചമർത്തുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട്? ദൈവഹിതമില്ലാത്തത് ഞാൻ കാണത്തില്ല, ദൈവഹിതമില്ലാത്തടത്ത് പോകത്തില്ല, ദൈവമില്ലാത്ത സംസാരിക്കത്തില്ല. ദൈവഹിതമില്ലാത്ത ഒന്നിനും, എൻ്റെ വസ്ത്രധാരണം പോലും ദൈവനാമ മഹത്വത്തിന് ദോഷമാണെങ്കിൽ അതിനെ വേണ്ട എന്ന് വെക്കുവാൻ ഇന്ന് രാത്രി ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. സമർപ്പണം, ശരീര സമർപ്പണം എന്ന യാഗം. പാപമേറ്റു പറയണം. ഹല്ലേലൂയ. അനുദപിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എനിക്കൊരു പുതിയ ഹൃദയം വേണം കർത്താവ്. ഹല്ലേലൂയ. മോഹമുള്ള, പാപമുള്ള, കുശുമ്പുള്ള, അസൂയയുള്ള, ദ്വന്ദ്വപക്ഷമുള്ള, ഗർവുള്ള, ഹല്ലേലൂയ, ഈ വ്യഭിചാരം ചെയ്യുന്ന, മോഹിക്കുന്ന ഈ ഹൃദയം അങ്ങോട്ട് പറിച്ചെടുത്തിട്ട്, പ്രൈസ് ദി ലോർഡ്, 51-ാം സങ്കീർത്തനം 10-ാം വാക്യം, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ലോർഡ് ആൻഡ് റിന്യൂ റൈറ്റ് സ്പിരിറ്റ് വിത്ത് മീ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഹൃദയം ഒന്ന് എടുത്തു മാറ്റിയിട്ട് എനിക്കൊരു നിർമ്മല ഹൃദയം വേണം. എനിക്ക് പെയിൻ്റ് അടിച്ചൊരു ഹൃദയമല്ല വേണ്ടത്. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം കിട്ടുന്നതല്ല. ഐ വാണ്ട് എ ടോട്ടൽ ആൻഡ് അബ്സല്യൂട്ട് ട്രാൻസ്ഫോർമേഷൻ. ഇന്ന് രാത്രി എനിക്കൊരു പൂർണ്ണ മാറ്റം വേണം. എൻ്റെ ഹൃദയം ഒന്ന് രൂപാന്തരപ്പെടുത്തണം. ഹല്ലേലൂയ. പിന്നെ അടുത്ത പദം കൂടെ ചേർത്ത് പറഞ്ഞു, യു ക്യാൻ ടേക്ക് എനിത്തിങ് അവേ ഫ്രം മീ. കിരീടം പോയാൽ എനിക്ക് പ്രശ്നമല്ല, ചെങ്കോല് പോയാൽ പ്രശ്നമല്ല, സിംഹാസനം പോയാൽ പ്രശ്നമല്ല, സ്വത്ത് പോയാൽ, വീട് പോയാൽ, വാഹനം പോയ പ്രശ്നമല്ല. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. പരിശുദ്ധാത്മാവുണ്ടോ വിശുദ്ധ ജീവിതം നയിക്കും. ഇന്ന് രാത്രി ദൈവസഭ കൊതിക്കണം. ആത്മനിറവിൻ ജീവിതമാ ആനന്ദ ജീവിതം, ആത്മനിറവിൻ ജീവിതമാ കൃപയുടെ ജീവിതം. ആത്മാവ് നയിക്കും ദൈവമക്കള് വിശുദ്ധ ജീവിതം ചെയ്യുവാൻ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി എന്നെ നിങ്ങളെ ആത്മീയനാക്കുന്നത് അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദാറ്റ്സ് ദ അതർ സൈഡ് ഓഫ് വർഷിപ്പ്. അങ്ങനെ ജീവിതം ആരാധനയായി മാറിയെങ്കിലേ സമാധാനമായി ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന ദൈവം സാക്ഷി. വിശദീകരണത്തിന് ഞാൻ സമയം എടുക്കാതെ രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരാധനയുടെ മറുവശമാണ് അനുസരണം. അനുസരണമില്ലാത്തവൻ്റെ യാഗം ദൈവത്തിന് താല്പര്യമില്ല. വളരെ സുപരിചിതമായൊരു ഭാഗമാണ്. 10 മിനിറ്റ് കൊണ്ട് പാടി അവസാനിപ്പിക്കണമല്ലോ നമുക്ക്. സ്തോത്രം. അബ്രഹാമിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരാധന എന്ന ഒരു പദത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥരം നാം കാണുന്നത് ഉൽപ്പത്തി 22-ന്റെ 5-ാം വാക്യമാണ്. സമ്പന്നനായ അബ്രഹാം യൂഫ്രട്ടീസ് നദി കടന്ന്
കൽദയരുടെ നാട്ടിൽ നിന്ന് ആ ദൈവത്തെ കണ്ടിറങ്ങി വന്ന അബ്രഹാം ഇപ്പോൾ തൻ്റെ ജീവിതയാത്രയിൽ തനിക്ക് ദൈവം ദാനമായി കൊടുത്ത തലമുറയെ യാഗം കഴിക്കാൻ വേണ്ടി ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വന്ന ചരിത്രമാണ്. ആ കഥ പറയാൻ സമയമില്ല, കഥ നിങ്ങൾക്കറിയാമല്ലോ. ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ശരി എന്നാണ്. അതിനകത്ത് 3 അർത്ഥമുണ്ട്. ദൈവം പറയുന്നു, നിൻ്റെ മകനെ, നിൻ്റെ ഏകജാതനായ നിൻ്റെ ഇസഹാക്കിനെ എനിക്ക് യാഗം കഴിക്കണം. 3 അർത്ഥങ്ങൾ അതിനുള്ളത്. ഒന്ന്, ഐ നീഡ് യുവർ സൺ, ദാറ്റ് ഈസ് യുവർ അസറ്റ്. നിൻ്റെ അസറ്റ് എനിക്ക് വേണം. നിനക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയമായിരിക്കുന്ന, ഫോക്കസ് ചെയ്തിരിക്കുന്ന നിൻ്റെ ആ സ്വത്ത് എനിക്ക് വേണം. 2, ഐ നീഡ് യുവർ അട്രാക്ഷൻ. നിൻ്റെ ഇന്നത്തെ നിൻ്റെ എല്ലാറ്റിൻ്റെയും ശ്രദ്ധ, ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് കണ്ണിന് ഇമ്പമായിരിക്കുന്നത് എനിക്ക് വേണം. ഐ നീഡ് യുവർ അഫെക്ഷൻ. ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ചിരി എന്നാണ്. ഇവൻ അബ്രഹാമിൻ്റെ സ്നേഹഭാജനമാണ്. എനിക്ക് നിൻ്റെ സ്നേഹം പൂർണ്ണമായി വേണം, എനിക്ക് നിൻ്റെ സ്വത്ത് വേണം, എനിക്ക് നിൻ്റെ ശ്രദ്ധ വേണം. ഇതിനാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത്, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണം. ഹല്ലേലൂയ. എൻ്റെ അർത്ഥം അതാണ്. ഹൃദയം, അൺഡിവൈഡഡ് ഹാർട്ട്, ഏകാഗ്ര ഹൃദയത്തോടെ, ഏകാഗ്ര മനസ്സോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ആ പോകുന്ന പോക്കിലാണ് ചോദ്യങ്ങൾ പലതാണ്. അതൊന്നും നമ്മുടെ പ്രസംഗ വിഷയമല്ലാത്തതുകൊണ്ട് അവിടെ വിശദീകരിക്കുന്നില്ല. അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞ പദമാണ് അതിൻ്റെ 5-ാം വാക്യം. ഞാനും മകനും അവിടത്തോളം പോയി ആരാധന കഴിഞ്ഞ് ഞാൻ പോകുന്ന ഈ ആരാധിക്കാനാണ് പോകുന്നത്. ആരാധന വസ്തു എന്തുവാണെന്ന് അബ്രഹാമിന് മാത്രമേ അറിയത്തുള്ളൂ. മകൻ ചോദിച്ചു, ബാല്യക്കാർ ചോദിച്ചു കാണാം. പിന്നെ നമ്മുടെ പ്രസംഗർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, ഇല്ലാവചനങ്ങളൊക്കെ അവർ പറയും സാറായോട് ചോദിക്കാതാണ്. അതൊക്കെ ചുമ്മാ പറയുന്നില്ല. എബ്രായലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മണ്ടന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? വിശ്വാസത്താൽ സാറയും അല്ലല്ലേ വാഗ്ദത്തം ചെയ്തവനെ വിശ്വാസം എണ്ണി എന്ന് പറയുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽപ്പെട്ട സാറായോട് പറഞ്ഞാൽ അവളും പറയും, അച്ഛാ ദൈവം പറഞ്ഞല്ലേ കൊണ്ടോക്കോളം പറയും. സ്തോത്രം. പിന്നെ അടുത്ത ഒരു ആക്ഷേപമാണ്, അല്ലേ ഇസഹാക്കിനെ കിട്ടിയതിന് ശേഷം പിന്നെ അബ്രഹാം എന്ത് ചെയ്തിട്ടില്ല? യാഗം കഴിച്ചിട്ടില്ല. 21-ാമത് അവസാനം വായിച്ചു, അബ്രഹാം ഒരു പിജില വൃക്ഷം നട്ട് അതിൻ്റെ ചുവട്ടിൽ ആരാധന. അതിൻ്റെ അന്ന് രാത്രിയിലാണ് ദൈവം വിളിച്ചത്, എനിക്ക് മോനെ വേണമെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം അതല്ലല്ലോ, ഇന്ന് വരെ കഴിക്കാത്ത ഒരു ആരാധന കഴിക്കണം. അതാ ഞാൻ പറഞ്ഞു വരാം. അനുസരണത്തിൻ്റെ ആരാധന എന്ന് പറയുന്നത് ഇന്ന് രാത്രി കഴിക്കുന്ന ഈ ആരാധന പുതുക്കമുള്ള ഈ ആരാധനയായിരിക്കണം. പഴയതല്ല ആരാധന. ആരാധനയ്ക്കൊരു പുതുക്കം വേണം. പാട്ടിൻ്റെ പഴക്കമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അകം കൊണ്ട് സന്തോഷിച്ച് ആരാധന കഴിക്കണം. അനുസരണം വേണം. അങ്ങനെ അബ്രഹാം കൊണ്ടുപോയി മകനെ അർപ്പിച്ചതുപോലെ തന്നെയാണ് തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് എബ്രായർ നേരത്തെ പറഞ്ഞത്, വിശ്വാസത്താൽ അബ്രഹാം തൻ്റെ ഏകജാതനെ അർപ്പിച്ചു, ദൈവത്തിൻ്റെ തിരികെ പ്രാപിച്ചു. അബ്രഹാമിൻ്റെ നോട്ടത്തിൽ ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ കത്തി കഴുത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? വീഴുക തന്നെ ചെയ്യുമായിരുന്നു. അനുസരണമാണ്. അല്ലല്ലേ? അബ്രഹാം 2ാമത് നോക്കി. നമ്മളാണ് ചോദിച്ചാൽ, അയ്യോ കർത്താവാണോ സംസാരിച്ചത്? ഒരു കാര്യം ചെയ്യാം, 21 ദിവസം ഉപവാസപ്രാർത്ഥന കഴിഞ്ഞിട്ട് മലയ്ക്ക് പോകാം. അല്ലല്ല, ദൈവാലോചന കേട്ട ഒരു പ്രസംഗത്തിൽ കൂടെ ദൈവം സംസാരിച്ച പിന്നെ പ്രവാചകൻ്റെ ഫോൺ തപ്പൽ. നമുക്കിഷ്ടമുള്ള ദൂത് കിട്ടുന്നത് വരെ നിങ്ങളുടെ ഫോണൊക്കെ തപ്പി അറിയാം എത്ര പ്രവാചകന്മാരുടെ പേരവിടെ അല്ലേ. പ്രവാചകൻ എറണാകുളം, പ്രവാചകൻ കോട്ടയം, പ്രവാചകൻ കഞ്ഞിക്കുഴി, പ്രവാചകൻ കൊല്ലം. ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാരുടെ ഫോണിനകത്ത്. കാരണം ഒന്ന് മാറി അടുത്ത ആളിനോട് ചോദിക്കാമല്ലോ. നമുക്കിഷ്ടമുള്ള ദൂത് അവർ പറയുന്നത് വരെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇരിക്കും. ദൈവത്തിന് ഒറ്റ ശബ്ദമേ ഉള്ളൂ, മകനെ തരാൻ പറഞ്ഞാൽ മകനെ തരണം. മകനെ തിരിച്ചു തരുന്നത് എൻ്റെ ജോലിയാണ്. ഇങ്ങോട്ട് തരുന്നത് നിൻ്റെ ജോലിയും അങ്ങോട്ട് തരുന്നത് എൻ്റെ ജോലിയുമാണ്. നിൻ്റെ നിർജ്ജീവമായ ശരീരത്തിൽ നിന്നും നിൻ്റെ ഭാര്യയുടെ ഉദരത്തിൻ്റെ നിർജീവത്തിൽ നിന്നും ഒരു പൈതലിനെ സൃഷ്ടിച്ചെടുക്കാമെങ്കിൽ അബ്രഹാമിന് ഒരു കാര്യം അറിയാം. സ്തോത്രമില്ല, എന്നോട് ദൈവം ആവശ്യപ്പെട്ടത് ഒരിക്കൽ നിർജീവത്വം ചോദിച്ചു, ഇന്ന് ജീവൻ ചോദിച്ചു. നിർജീവത്വം ചോദിച്ചാലും ജീവൻ ചോദിച്ചാലും വീണ്ടും സൃഷ്ടിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെ എനിക്കറിയാം. കാരണം ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ എന്നോടൊരു വാഗ്ദത്തമുണ്ട്, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നിന്റെ തലമുറയോട് വരുവാനുള്ള ദൈവത്തെക്കുറിച്ച് നീ ഉപദേശിക്കും. ആ വാഗ്ദത്തം കിടക്കുന്നിടത്തോളം എൻ്റെ പൈതലിൻ്റെ കഴുത്തിൽ കത്തി വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. അത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ദൂതരെടുക്കാൻ പറ്റും. നിന്റെ തലമുറയോട് നിന്റെ കുടുംബത്തോട് ദൈവത്തിനൊരു വാഗ്ദത്തം ഉടമ്പടി ഉണ്ടെങ്കിൽ പട്ടണ ഭൂതങ്ങൾ ഒരുമിച്ച് അലറി വിളിച്ചാലും വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ ഒരുമിച്ച് വെല്ലുവിളിച്ചാലും നിന്റെ തലമുറയുടെ ബുദ്ധി ഭാവി കെടുത്തുവാൻ ഒരു അന്യായത്തിനും കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഈ മുറിക്കകത്തുണ്ട്? നിന്റെ ശുശ്രൂഷയോട് ദൈവത്തിനൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആരെല്ലാം ഒരുമിച്ച് വെല്ലുവിളിച്ചാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം ഒറ്റക്കെടുത്താലും ഒരു ഇഞ്ച് പോലും കൃപയിൽ നിന്ന് വീഴ്ത്തുവാൻ കഴിയത്തില്ല എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റും?
ഉടാരമാന ഹത്തരാധകന, ഞാൻ നിന്നെ പുലർത്തുമെന്ന് തമ്പുരാൻ നിന്റെ തലയ്ക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ 6 മാസം ജോലിയില്ലാതിരുന്നാലും കമ്പനി നിന്നെ പുറത്താക്കിയാലും നിന്റെ അന്നം മുട്ടാതെ, നിന്റെ കുടുംബം തളരാതെ, നിന്റെ കുഞ്ഞിന്റെ ഭാവി നഷ്ടപ്പെടാതെ നിന്നെ പുലർത്തുന്ന അത്യുന്നതന്റെ ആലോചന ഇന്ന് രാത്രി ഈ ഹോളിനുള്ളിൽ ശക്തമായി ഒഴുകുന്ന വെള്ളം പോലെ ഓടിയെത്തുകയാണ്. ഉടാരമാന, എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? എന്നെ കരുതുന്ന, എന്നെ പുലർത്തുന്ന ഹല്ലേലൂയ യഹോവ ഈരേ എന്ന വാഗ്ദത്തം മോറിയ മലയുടെ താഴ്വരയിൽ ഞാൻ മുഴക്കിയതാണെങ്കിൽ ഇത് ഇവിടെ മാത്രം മുഴക്കാനുള്ളതല്ല. മോറിയ മലയുടെ മുകളിലും യഹോവ ഈരേ വെളിപ്പെട്ടു വരും. യഹോവ ഈരേ വെളിപ്പെട്ടു വരും. വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ വാഗ്ദത്ത വചനങ്ങൾ നിന്റെ കഷ്ടതയുടെ ഉച്ചകോടിയിൽ നിനക്കായി ആട്ടിൻകുട്ടിയുടെ വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും ഇറങ്ങി വരുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമർപ്പണമാണ് ആരാധന. പൂർണ്ണമായി കൊടുക്കുന്നത് ആരാധന. അബ്രഹാം ഹി ഓഫേർഡ് ഹിസ് സൺ ആൻഡ് വർഷിപ്പ് ദ ലോർഡ്. കൊടുത്ത് ആരാധിക്കണം. പണം മാത്രമല്ല കേട്ടോ, നിങ്ങളെ മൊത്തമായിട്ടും കൊടുക്കണം. രാത്രി ഞാൻ പറഞ്ഞ സന്ദേശത്തിൻ്റെ കാതല നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ? ഹല്ലേലൂയ. എന്താ പാനീയ യാഗമായി തീരുക എന്ന് പറഞ്ഞാൽ ജീവിതമാണ് ആരാധന, സ്വഭാവ രൂപീകരണം. വേദപുസ്തകങ്ങളുടെ പ്രസിദ്ധ 2 ആരാധകരുണ്ട്, വർഷിപ്പേഴ്സ്. ഐ റെക്കഗ്നൈസ് ദം ആസ് ദ ഗ്രേറ്റസ്റ്റ് വർഷിപ്പർ എവർ ദ വേൾഡ് ഹാഡ് സീൻ. ഒന്ന് ഹല്ലേലൂയ ഇയ്യോബാണ്. ഇന്നലെ നമ്മൾ ഓർപ്പിച്ചതാണ്. മക്കളുടെ ശവകുടീരം, കത്തിക്കരിഞ്ഞ വയലുകൾ, സ്തോത്രം ഹല്ലേലൂയ. ജീവിതയാത്രയിലെല്ലാം നഷ്ടപ്പെട്ടവനായി നിൽക്കുന്നു. പക്ഷേ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓട്ട് കഷ്ണം കയ്യിൽ പിടിച്ച് ലുക്കിംഗ് അറ്റ് ദ പോട്ട്ഷെഡ് ഇൻ ഹിസ് ഹാൻഡ്, കയ്യിലുള്ള ആ ഓട്ടിൻ്റെ കഷ്ണം കൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത് ആരാധന. തന്നാലും പോയാലും ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം തന്നാ സ്തോത്രം അല്ലേ? എപ്പോഴാണ് സാക്ഷ്യം പറയുന്നത്? ഹല്ലേലൂയ. ഞങ്ങൾ 6 മാസമായി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. കർത്താവ് സഭയുടെ പ്രാർത്ഥന കേട്ടു. പാസ്റ്ററുടെ പേരോട് എടുത്തു പറഞ്ഞില്ലേ, പാസ്റ്റർക്ക് എന്താ പാസ്റ്റർ 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ കേട്ടോ, കുഴപ്പമില്ല. വിഷമാണ് നമ്മൾ ഈ സഭയിൽ ഇങ്ങനെ സാക്ഷ്യം, ഒരു ആൻറ്റി ഇങ്ങനെ സാക്ഷ്യം പറയുകയാണ്. ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് 10-32 വർഷമായിട്ട് സഭയും യാത്രയൊക്കെ അല്ലേ. അപ്പം ആൻറ്റി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പനിയായിട്ട് കിടപ്പായിരുന്നു. ദൈവദാസന്മാരും കുടുംബങ്ങളും ഒക്കെ കടന്നു വന്നു, വിശ്വാസത്തിലൊക്കെ പ്രാർത്ഥിച്ചു, വളരെ സൗഖ്യം കിട്ടി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, വ്യക്തമായില്ലല്ലോ, ഒന്നുകൂടെ ഒന്ന് പറയാമല്ലോ. അപ്പോൾ ആൻറ്റി ഓർത്ത്, പാസ്റ്റർ കേട്ടില്ല. അപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഒരാഴ്ചക്കാലം വളരെ ഭാരത്താൽ രോഗത്താലൊക്കെ ഭാരപ്പെട്ടു, ദൈവസഭ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, ഇനി ദൈവം എനിക്ക് സൗഖ്യം. പാസ്റ്റർ ഒന്നുകൂടെ പറഞ്ഞു, ഒന്നും കൂടെ വ്യക്തമാക്കിയാട്ട് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ ആൻറ്റിക്ക് കാര്യം മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ച സുഖമില്ലാതിരുന്നു, പാസ്റ്ററും ഭാര്യയും വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഇത് കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിവിടെ ചേർന്ന് പതിക്കൂട്ടി നിർത്തിയാണ് പറയുന്നത്. ദൈവമക്കളെ, സൗഖ്യം കിട്ടിയപ്പോൾ മാത്രമല്ലേ ആരാധന, രോഗം വെച്ചു ആരാധിക്കണം. ഹല്ലേലൂയ. കടമുള്ളപ്പോഴും ആരാധിക്കണം. എന്തിനാ? ഇപ്പം നമുക്കൊരു ചോദ്യമുണ്ട്, പെന്തിക്കോസ്തുകാരൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യമാണ് വൈലോടെന്ന് പറയുന്നത്. എന്തിനാ ഇങ്ങനെയെന്നല്ലേ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ കിട്ടിയപ്പോൾ ചോദിച്ചു, എന്തിനാ എനിക്ക് പ്രൊമോഷൻ എന്ന് ചോദിച്ചു. കർത്താവ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സാലറിയുടെ എനിക്ക് സ്കെയിലൊന്നും അറിയത്തില്ല, പിന്നെ എൻ്റെ പൊട്ടഭാഷയിലങ്ങ് പറയാൻ പോകുക. കർത്താവ് വന്നപ്പോൾ അല്ലേ 100 KD ആയിരുന്നു ശമ്പളം, ഇപ്പോൾ 200 ആയി. എന്തിനാ അത്ര നന്ദി ചോദിച്ചോ? അതിന് ഉദ്ദേശമുണ്ടെന്ന്. കഷ്ടതയ്ക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അഭിവൃദ്ധിക്ക് ഉദ്ദേശമുണ്ട്. ആറ്റിറ്റ്യൂഡ് മാറാത്തത് ആരാധന. മനോഭാവം മാറാതെ ആരാധിക്കണം. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും ഒരുപോലെ കൈയടിക്കുന്നവനാ ആത്മീയൻ. പാട്ടിന്റെ മൂർച്ച പോകാത്തവൻ, താളം തെറ്റാത്തവൻ, ആരോഗ്യമുള്ളവനാ ആത്മീയൻ. കിടക്കയിൽ നിന്ന് അനങ്ങാൻ പറ്റുമെങ്കിലും അതരമുയർത്തി പാടാൻ പറ്റുവൻ ആരാധനക്കാരൻ. ഹല്ലേലൂയ. വിശുദ്ധ പ്രസിദ്ധനായ 73-ാം സങ്കീർത്തനം, 73-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ ആസാഫിൻ്റെ ഒരു വലിയ പാട്ടുണ്ട്. ഹല്ലേലൂയ. ആസാഫിൻ്റെ സങ്കീർത്തനം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇനി എല്ലായിടത്തും പറയാറുള്ളതാണ്. ആസാഫിനെ ആണെങ്കിൽ പാട്ടുകാരനാണ്. പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടൊന്നുമല്ല. പുള്ളി കീബോർഡ് വായിക്കുകയും ചെയ്യും, പാട്ട് എഴുതുകയും ചെയ്യും, ട്യൂണ് ചെയ്യും. പുള്ളി എഴുതി കൊടുക്കുന്ന പാട്ടാണ് ആര് പാടിക്കൊണ്ടിരുന്നത്? ദാവീദ് പാടിക്കൊണ്ടിരുന്നത്. നമുക്ക് ഈ പാട്ടൊക്കെ പാടുന്ന വലിയ ഇഷ്ടമാണല്ലോ. നമ്മളെല്ലാവരും പാട്ട് പാടുന്നവരൊക്കെ തന്നെ. ഞാനും പഴയ പാട്ടൊക്കെ പാടുന്നവരാണ്. പക്ഷേ എഴുതിയ ആൾ കേൾക്കരുത് മാത്രമേ ഉള്ളൂ. കാരണം ട്യൂണ് നമുക്ക് വേറെ ആണെന്നുള്ളൂ. ഇവരോടൊന്നും പാടാം, എന്നാലും നമ്മൾ പാട്ട് പാടി ഒപ്പിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ആസാഫ് വലിയ പാട്ടുകാരനാണ്. പക്ഷേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് വിൻഡോ ഒന്ന് തുറന്നപ്പോൾ അടുത്തവൻ 3 നില കെട്ടിടം വെക്കുന്നു. ഭയങ്കര വിഷമമായിപ്പോയി. പുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നും. അവർക്ക് ദേഹത്തിന് ഒരു കുഴപ്പമില്ല, കണ്ണെല്ലാം ഇങ്ങനെ ഉതളങ്ങാൻ പോലെ തള്ളിത്തള്ളി വരുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹം പടപടാന്ന് നടക്കുന്നു, വാഹനം മാറി മാറി വാങ്ങുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. എവറസ്റ്റിൻ്റെ ഇപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പള്ളി പോത്തുമില്ല, സ്തോത്രം പറയത്തില്ല, സ്വത്രാഴ്ച ഇടത്തുമില്ല. പുള്ളിയുടെ ആത്മീയം അങ്ങ് പോയി. അടുത്തവനെ നോക്കിയപ്പോൾ
സ്തോത്രമല്ലിയ. ഉടനെ പുള്ളി പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായി കഴിവിത് ഉപവസിച്ച് ഉപവാസം വരുന്നത് പ്രാർത്ഥിച്ചത് മിഷമേലേക്ക് കൊടുത്തത് നോർത്ത് ഇന്ത്യ പോയത് അതൊക്കെ ചെയ്തത് വ്യർത്ഥമായി പോയല്ലോ. അതുകൊണ്ട് ഇനി മേലെ എന്ത് ചെയ്യുന്നില്ല, സഭായത്തിന് പോകുന്നില്ല. ഫോൺ എടുത്തിട്ട് നമ്മൾ കണ്ടംപററി ലാംഗ്വേജ് ആണല്ലോ, പാസ്റ്റർക്ക് ദാവീദിനെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, സാറേ ഇന്ന് ഞാൻ സഭായത്തിന് വരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ആരെ കൊണ്ടെങ്കിലും പാടിച്ചോളാൻ പറഞ്ഞു. പാസ്റ്ററില്ലേ എന്തും ചെയ്യണ്ടല്ലേ, ഇപ്പം ഒരു വിശ്വാസി വരത്തില്ലെന്ന് പറഞ്ഞ് ബ്രദറെ ചെയ്തില്ലേ ഒക്കത്തുള്ളൂ. വിളിച്ച് പാടിച്ചു. പാട്ടെല്ലാം കൂടി ഇരിക്കുമ്പോഴേ പുള്ളി പുറകെ വന്ന് ഏറ്റവും വന്ന് പുറകെയിരുന്നു. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, അന്ന് സഭാഹോളി വന്ന് ഏറ്റവും പുറകെ വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്തോത്രമല്ലിയ പെട്ടെന്നല്ല ഇങ്ങനെ മനസ്സൊക്കെ ഉരുകിയിരിക്കുമ്പോഴാണ് തൻ്റെ 73-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം വാക്യം, ആരോ തോളി കൈവെക്കുന്ന പോലെ മനസ്സ് മുറിഞ്ഞു വേദനിച്ച് കഷ്ടതയുടെ നടുവിൽ നടക്കുന്ന ഭക്തൻ്റെ തോളിൽ നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. വിവാഹത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി, കുഞ്ഞിൻ്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. ഈ പട്ടണത്തിൽ നീ കാല് കുത്തിയിട്ട് ഒരു ജോലിയുടെ മാറ്റത്തിന് വേണ്ടി കരയുന്നു, അല്ലെങ്കിൽ പലതും കണ്ണ് അല്ലിയ കുടിഞ്ഞിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു, ആരോ നിന്റെ മേൽ വലങ്കൈ വെക്കുന്നു. കരുത്തുള്ള ഒരു വലങ്കരം, അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരനേക്കാൾ സഹോദരിയേക്കാൾ നീ വിശ്വസിച്ചതിനേക്കാൾ ബലമുള്ള കരുത്തുള്ള അടുത്തുള്ള ഒരു ബലമുള്ള വലങ്കരം നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർത്തുകൊള്ളും. അവിടെ ഇരുന്നു കൊണ്ട് ആസാഫ് ഒരു വരി എഴുതി, അതാ ലോകം കണ്ട ഏറ്റവും വലിയ ആരാധന ഗീതം. അതിൻ്റെ 25-ാം വാക്യം അങ്ങനെ എഴുതിയത് അല്ലിയ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. അല്ലെങ്കിൽ പാട്ടിൻ്റെ 1-ാമത്തെ വരി, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. 2-ാം വരി, ഇന്ന് തൊട്ട് ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി അത്ര ആദരം തുറന്ന് ഇങ്ങനെ പറയാൻ പറ്റും, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല.